പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമയത്തിൻ്റെ പരിമിതി കാരണം ഞാൻ അധികമായി ഒരു സ്വാഗത പ്രസംഗം നടത്തുന്നില്ല. ഒന്ന് രണ്ട് കാര്യം മാത്രം പറഞ്ഞ് ചുരുക്കാം. ഇവിടെ ഞങ്ങൾ ഈ പരിപാടി ഉദ്ദേശിച്ചത് ഇത്തരത്തിലുള്ള ഒരു വേദി, ഇത്തരം കാര്യങ്ങൾ പറയാനായിട്ട് കേരളത്തിൽ കിട്ടിയിട്ടില്ല എന്നുള്ള വസ്തുതയാണ്. എൻഡോസൾഫാൻ ഒരു കാസർഗോഡൻ കെട്ടുകഥയോ കാസർഗോഡുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ദുരിതങ്ങളുടെ കാരണം എൻഡോസൾഫാൻ ആണോ? അതിൻ്റെ രീതിശാസ്ത്രങ്ങൾ കേരള സമൂഹത്തിന് പിടികിട്ടിയിട്ടേയില്ല. ഇപ്പോൾ 2000 നോട്ടിൻ്റെ കാര്യം, 2000 നോട്ടിൽ മോഡിയുടെ പ്രസംഗമുണ്ടെന്നുള്ള ഒരു ടോക്ക് ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു അഭിനവ ശാസ്ത്രജ്ഞൻ്റേതായിട്ട് തന്നെയുണ്ട്. അങ്ങനെയുള്ള പ്രചരണങ്ങളാണ് നമുക്കിന്ന് ഏറ്റവും ഇഷ്ടം. ചൈന മുട്ട, ഇങ്ങനെ ഒരുപാട് അശാസ്ത്രീയമായ കുറേ ധാരണകൾ വെച്ച് പുലർത്തുന്ന ഒരു ജനക്കൂട്ടമായിട്ട് കേരളം മാറുമ്പോൾ മാധ്യമങ്ങൾക്കതിൽ പങ്കുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾക്ക് പങ്കുണ്ട്. ഈ നോട്ടീസുമായിട്ട് ഞാൻ പത്രമാഫീസുകളിൽ ചെന്നപ്പോൾ നോട്ടീസ് വായിച്ചിട്ട് പ്രതികരണം പോലുമില്ല. എന്താണ്? ഒരു ചോദ്യം പ്രതീക്ഷിക്കുകയാണ് നമ്മൾ. ഒരു നോട്ടീസ് കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്കും ചോദ്യമേ ഇല്ല. അത്ര നിസ്സംഗതയാണ് ഈ വിഷയത്തിലേക്ക്. സാറിനോട് ഞങ്ങൾ സമീപിച്ചപ്പോഴത്തേക്കും പറയാൻ സാറിനോട് ആവശ്യപ്പെട്ട വിഷയം ജൈവകൃഷിയായിരുന്നു. ഇപ്പോൾ 1-2 പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ബാൻശ്രീ അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ സാങ്കത്യമില്ല എന്നറിയാമെങ്കിലും ട്രിവാൻഡ്രത്ത് നമ്മൾ അങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ടില്ല. അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാറിനെ സമീപിച്ചപ്പോൾ സാറ് വളരെ അല്പം നിർബന്ധപൂർവ്വം തന്നെ പറഞ്ഞു, ഇങ്ങനൊരു വേദി കിട്ടിയിട്ടില്ല, ഇത് പറയാനുണ്ട്. ഇത് എല്ലാവരും 99% ഓഫ് ദ പോപ്പുലേഷൻ വിശ്വസിക്കുന്ന ഒരു കാര്യത്തിനെതിരായിട്ട് അതിൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെ ഉള്ളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിന് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മളൊരു പക്ഷം പിടിക്കുന്നില്ല. ഇവിടെ പ്രധാനമായിട്ട് സാറ് പറഞ്ഞ മറ്റൊരു കാര്യം, ഇതിനെതിരെ എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ എനിക്കത് കേൾക്കണം. അതുകൊണ്ട് ടോക്ക് ഒരല്പം ചുരുക്കിയിട്ട് സംവാദത്തിന് വേണ്ടിയിട്ടുള്ള നിങ്ങൾക്ക് മൈക്ക് തന്നെ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മൈക്കിൽ കൂടെ തന്നെ കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഒരു സംവാദമാണ്. അത് ഡോക്യുമെൻ്റ് ഇവിടെ ചെയ്യുന്നുണ്ട്. കാരണം എതിരഭിപ്രായങ്ങളെ കൂടെ സ്വാംശീകരിച്ചുകൊണ്ട് അതിലൊരു തീരുമാനത്തിലെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് ഞങ്ങളിവിടെ നടത്തുന്നത്. പിന്നെ പതിവ് പോലെ എനിക്ക് പറയാനുള്ളൊരു മറ്റൊരു കാര്യം, നമ്മുടെ ഈ ഹാളിൻ്റെ വാടക 3000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പൊതുവേ ഫ്രീ തിങ്കേഴ്സ് ഒരു കാര്യത്തിൽ മാത്രം ഫ്രീ അല്ല, എക്കണോമിക്സിൽ. പക്ഷേങ്കിൽ അത് വീണ്ടും വർദ്ധിച്ചിരിക്കുന്നു. മാത്രമല്ല ഈ പ്രൊജക്റ്റിനിവിടെ വയ്ക്കാൻ 1500 രൂപ വാടക നൽകണം. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ പരിപാടി നടത്തിയപ്പോഴുള്ള വാടക 1500 രൂപ ആയിരുന്നെങ്കിൽ വാടക 3000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നു. എനിക്ക് സങ്കടം തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ വളരെ പ്രയാസപ്പെട്ടാണ് നമ്മൾ ഇത്തരം പരിപാടികൾ നടത്തുന്നത്. ചിലപ്പോഴൊക്കെ കയ്യിൽ നിന്നൊക്കെ കാശ് പോകും. പക്ഷേ അതൊക്കെ താങ്ങാൻ പറ്റുന്ന രീതിയിലായിരുന്നു. അന്നൊരു 1500-2000 രൂപ ഉണ്ടെങ്കിൽ ഇത്തരം ഒരു പരിപാടി നടത്താമായിരുന്നു. ഇന്ന് 10000 രൂപ ഉണ്ടെങ്കിലേ ഒരു പരിപാടി നടത്താൻ പറ്റാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ സാംസ്കാരിക രംഗത്തെ പുറകോട്ട് വലിക്കുകയാണ്. ഒരു ദുഃഖസത്യമാണ്. അത് ഈ രംഗത്ത് മുമ്പിൽ നിൽക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർക്ക് വളരെ പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈ പ്രൊജക്ടർ ഇവിടെ വയ്ക്കാൻ 1500 രൂപ. എൻ്റെ സുഹൃത്തുക്കളെ, ചിലപ്പോൾ പ്രസ് ക്ലബ്ബിൽ നമ്മൾ അവസാനം കാണുകയായിരിക്കാം. അങ്ങനെ തീരുമാനിക്കേണ്ട ഒരു ഗതികേടിലാക്കാണ് ഞാനിത് പറയാൻ കാരണം. നിങ്ങളുടെ ഭാഗത്തു നിന്ന് സാമ്പത്തിക സഹായങ്ങൾ ഞാൻ നിർലോഭം അപേക്ഷിക്കുകയാണ്. ഈ ഡിസംബർ മാസം 24, 25 തീയതികളിൽ കണ്ണൂർ പയ്യന്നൂരിൽ വെച്ചിട്ട് സ്വതന്ത്ര ലോകം 2016 നടക്കുകയാണ്. ഇവിടെ പങ്കെടുത്ത എല്ലാ പേരും അവിടെയും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒന്നുകൂടെ ആവർത്തിക്കാം. 2016 ഡിസംബർ 24, 25 തീയതികളിൽ കണ്ണൂർ പയ്യന്നൂരിൽ വെച്ച് സ്വതന്ത്ര ലോകം 2016 നടക്കുന്നു. പങ്കെടുക്കുക, വിജയിപ്പിക്കുക. മാത്രമല്ല രവിചന്ദ്രൻ മാഷിൻ്റെ പുസ്തകങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്കുണ്ട്. ആവശ്യക്കാർക്ക് വാങ്ങിക്കാം. യുക്തിയുഗത്തിൻ്റെ വരിസംഖ്യ ഇവിടെ ചേർക്കുന്നുണ്ട്. യുക്തിയുഗത്തിൻ്റെ ഒറ്റ പ്രതി ഇവിടെ വിൽപ്പനയ്ക്കുമുണ്ട്. വാങ്ങിച്ച് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഈ വരണ്ട ഒരു വിഷയം കേൾക്കാനായിട്ട് ഞാൻ പലരെയും ഫോണിൽ വിളിച്ചപ്പോഴത്തേക്കും എൻഡോസൾഫാൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു നല്ല റെസ്പോൺസ് അല്ല കിട്ടിയത്. എന്തായാലും പക്ഷേ കാണികളുടെ ഒരു അംഗസംഖ്യയിൽ അത് പ്രതിഫലിക്കുന്നില്ല എന്നൊരു സന്തോഷമുണ്ട്. എന്തായാലും അങ്ങനെ ഒരു വിഷയം കേൾക്കാനായിട്ട് ഇവിടെ എത്തിയ എല്ലാ പേരെയും ആദ്യമായിട്ട് ഞാൻ ഫ്രീ തിങ്കേഴ്സ് ഫോറത്തിന് വേണ്ടിയിട്ട് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
രണ്ടാമത് നമ്മുടെ അധ്യക്ഷൻ പി രമേശ് സാർ, അദ്ദേഹം നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന സഹായ സഹകരണങ്ങൾ വിലപ്പെട്ടതാണ്. അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീകുമാർ സാറ്, അദ്ദേഹം സർവകലാശാലയിലെ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഇത്തരം വിഷയങ്ങളിൽ വളരെ നന്നായി സ്റ്റാറ്റിസ്റ്റിക്സിന് മുമ്പിൽ വെച്ച് തന്നെ വളരെ ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തിയ വ്യക്തിയാണ്. അത്രയും ഉറപ്പുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു വേദിയിൽ അദ്ദേഹത്തെ ക്ഷണിച്ചതും അദ്ദേഹം വരാൻ ഏറ്റതിൽ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്നും വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട ശ്രീ ഖാൻ, ബഹുമാനപ്പെട്ട ശ്രോതാക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻഡോസൾഫാൻ പ്രശ്നം ഒരു കാസർഗോഡൻ കെട്ടുകഥയോ എന്നുള്ളൊരു വിഷയത്തിലാണ് ഞാൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 18 വർഷമായിട്ട് 1998 മുതൽ കേരള സമൂഹത്തിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണിത്. അതിന് വേറൊരു വശമേ ഇല്ല എന്നാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് തന്നെ. കാരണം വിഷമഴ പെയ്തു, അതിനെക്കൊണ്ട് തന്നെ എല്ലാ സുഖക്കേടുകളും ഉണ്ടായി, ഇതിൽ വേറെ കാര്യങ്ങളൊന്നും അറിയാനോ ചോദിക്കാനോ ഇല്ല എന്നുള്ള നിലക്ക് ഏകപക്ഷീയമായിട്ടുള്ള ഒരു ധാരണയാണ് എല്ലാവരും ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അത് ശരിയാണോ എന്ന് പരിശോധിക്കലാണ് ഇവിടെ ചെയ്യുന്നത്. കാരണം ഏതൊരു കാര്യത്തിനും വേറൊരു വശമുണ്ടാവും. എന്താണ് ആ വശം? കാരണം എൻഡോസൾഫാൻ വിഷയം കേരളത്തിലെ കാസർഗോഡുള്ള എൻഡോസൾഫാൻ വിഷയം എന്ന് പറയുന്നത് ലോകമാസകലം ചർച്ച ചെയ്തതാണ്. ബ്രസീലിൽ എൻഡോസൾഫാൻ നിരോധിക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ പാർട്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായിട്ട് ഉയർത്തിയത് കാസർഗോഡത്തെ പ്രശ്നമാണ്. ഈ കേരളം മുഴുവൻ ജൈവകൃഷി ഭ്രാന്ത് വ്യാപിക്കാനുള്ള ഒരു കാരണം എൻഡോസൾഫാനാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ മൊത്തം ഒരു കീമോഫോബിയ, സകല രാസവസ്തുക്കളും ശരീരത്തിന് മോശമാണ്, ശാസ്ത്രം തന്നെ ഈ സിവിലൈസേഷന് എതിരാണ് എന്നുള്ള നിലയിലേക്കൊക്കെ വ്യാപിക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന് എൻഡോസൾഫാനാണ്. പിന്നെ വ്യക്തിഗതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർഷിക സയൻറ്റിഫിക് വർക്കർ, ശാസ്ത്രജ്ഞൻ എന്നൊന്നും ഞാൻ പറയില്ല, ഒരു ശാസ്ത്ര പ്രവർത്തകൻ എന്നുള്ള നിലക്ക് അത് ഏറ്റവും കൂടുതൽ ടാർണിഷ് ചെയ്തിട്ടുള്ളത് കാർഷിക ശാസ്ത്രജ്ഞന്മാരുടെ ഇമേജിനെയാണ്, കൃഷി വകുപ്പിൻ്റെയും ബാക്കി എല്ലാവരുടെയും. കാരണം ഒരു ഭീകരമായിട്ടുള്ള വിഷം ഒരു ജനതയുടെ മുകളിൽ തളിച്ച് ഇത്രയേറെ പ്രശ്നങ്ങളുണ്ടായി, നിങ്ങളല്ലേ അതിന് കാരണക്കാർ, ഒരു അവിശുദ്ധ ബന്ധം, ഒരു അൺഹോളി നെക്സസ് ഈ വ്യാപാരികളും ഉൽപ്പാദകരും അത് കൂടാതെ നിങ്ങളും തമ്മിലില്ലേ എന്നുള്ളതാണ് ചോദ്യം മുഴുവൻ. അപ്പം മറ്റേ വശം എന്താണ്? മറ്റേ വശം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത്, ഇവിടെ ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ബന്ധമാണ് ഞാൻ പറയുന്നത്. അത് പരിസ്ഥിതി ഭീകരന്മാരും, അങ്ങനെ വേണം തമാശക്ക് പറയാം, പരിസ്ഥിതി പ്രവർത്തകരും അതുമാതിരി തന്നെ ഇക്കോ പൊളിറ്റിക്സും തമ്മിലുള്ള ഒരു ബന്ധം, ഒരു ഡെഡ്ലി മിക്സ് കൊണ്ടാണ് ഇത് ഒരു മാറ്റാൻ പറ്റാത്ത വണ്ണമുള്ള ഒരു ബന്ധമായിട്ടിത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇവിടെ പരിശോധിക്കണം. ഞാൻ കഴിഞ്ഞ 98 ഞാൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തത്. അന്ന് മുതൽ ഈ പ്രശ്നം തുടങ്ങിയിട്ടുണ്ട്. 98 മുതൽ തന്നെ ഈ പ്രശ്നം തുടങ്ങിയിട്ടുണ്ട്. കാസർഗോഡ് തന്നെയാണ് എൻ്റെ താമസം. നീലേശ്വർ അഗ്രികൾച്ചർ കോളേജ് ക്യാമ്പസിലാണ്. എൻ്റെ വീട് എന്ന് പറയുന്നത് പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ എസ്റ്റേറ്റിൽ നിന്ന് ഏകദേശം ഒരു വായുമാർഗേണ നോക്കിക്കഴിഞ്ഞാൽ 1 കിലോമീറ്ററിൻ്റെ മാത്രം ദൂരമേ ഉള്ളൂ. ഹെലികോപ്റ്ററിൽ സ്പ്രേ ചെയ്യുന്ന ഇതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരാൾ, തുടക്കം മുതലേ ബന്ധപ്പെട്ടിട്ടുള്ള ഒരാൾ എന്നുള്ള നിലക്ക് എനിക്കിതിൽ കുറച്ച് കാര്യമായിട്ട് തന്നെ നിങ്ങളോട് പറയാനുണ്ട്. നമുക്ക് സമയം കുറച്ച് പരിമിതമാണ്, അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്ക് കാര്യമായിട്ടുള്ള ചോദ്യോത്തരങ്ങൾ ഉണ്ടാവണം. അതുകൊണ്ട് ഞാൻ കുറച്ച് വേഗതയിൽ തന്നെ കാര്യങ്ങൾ പറയാം. അത് കഴിഞ്ഞിട്ട് വിശദീകരണം പിന്നീട് ആവാം എന്ന് തോന്നുന്നു. അപ്പോൾ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എൻഡോസൾഫാൻ പ്രശ്നം ഒരു കാസർഗോഡൻ കെട്ടുകഥയോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള വിഷയം. ആദ്യം കുറച്ച് ബാക്ക്ഗ്രൗണ്ട് പറയണം. എന്താണ്? പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരളക്ക് ഒരു 4 എസ്റ്റേറ്റുകളുണ്ട്. ഈ 4 എസ്റ്റേറ്റുകളിൽ ആണ് 4669 ഹെക്ടറാണ്, 96 ഹെക്ടറാണ് കാഷ്യൂ പ്ലാന്റേഷൻ ഉള്ളത്. പിന്നെ മണ്ണാർക്കാട് 340 ഹെക്ടർ വേറെയുണ്ട്. ഇവിടങ്ങളിലാണ് ആദ്യം ഗ്രൗണ്ട് സ്പ്രേ ആയിരുന്നു, പിന്നീടാണ് വായുമാർഗേണ 1981 മുതൽ തളിക്കാൻ തുടങ്ങിയത്. ആദ്യകാലത്തൊക്കെ 3 തവണ തളിച്ചു, സാധാരണ ഡിസംബർ ജാനുവരിയിലാണ്. പിന്നീട് 2ആയിട്ടത് മാറി. കാരണം 2 തവണ തളിക്കുമ്പോഴേക്ക് തന്നെ വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു കീടനിയന്ത്രണം കിട്ടുന്നത് കൊണ്ട് 2ആയിട്ടത് മാറി.
അങ്ങനെയാണ് ഈ തളി നടന്നിട്ടുള്ളത്. ഇതതിൻ്റെ ഒരു മാപ്പാണ്, ആ സ്ഥലത്തിൻ്റെ ഒരു മാപ്പാണ്. ആ എസ്റ്റേറ്റുകൾ വ്യാപിച്ച് കിടക്കുന്നതാണ് എന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ഡിസ്ട്രിക്ട് കളക്ടറുടെ പെർമിഷൻ വാങ്ങിയിട്ടാണ് ഓരോ വർഷവും തളിക്കുന്നത്. ഡിസ്ട്രിക്ട് കളക്ടർ പെർമിഷൻ വാങ്ങിക്കുന്നതിന് മുമ്പ് തന്നെ അത് പിന്നെ DMOൻ്റെ അടുത്തുനിന്നും കൃഷി വകുപ്പിൻ്റെ ജില്ലാ മേധാവിയുടെ അടുത്തുനിന്നും റിമാർക്സ് വാങ്ങിയ ശേഷം മാത്രമാണ് ഡിസ്ട്രിക്ട് കളക്ടർ അത് പെർമിഷൻ വർഷാവർഷവും ഓരോ വർഷവും പെർമിഷൻ കൊടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ആ സമയത്തുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടാണ് തളിച്ചുകൊണ്ടിരുന്നത്. എങ്കിൽ പോലും വായുമാർഗേണ തളിക്കുമ്പോൾ നടപ്പിലാക്കേണ്ട ചില മിനിമം കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഈ ഇലച്ചാർത്തിൽ നിന്ന് 3 മുതൽ 5 മീറ്റർ ഉയരത്തിൽ മാത്രമേ തളിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. പക്ഷേ ഇവിടെ പിന്നെ കുന്നുകളായിട്ടുള്ള സ്ഥലങ്ങളാണ്, അതിൻ്റെ ഇടയ്ക്ക് കാറ്റാടി മരങ്ങളുണ്ട്, ഇലക്ട്രിക്കൽ ലൈൻ പോകുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഈ 3 മുതൽ 5 മീറ്റർ എന്നുള്ള സ്റ്റിപ്പുലേഷൻ അവിടെ നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ല. ഒന്ന്. രണ്ടാമത്തേത്, ഈ നമ്മൾ കീടനിയന്ത്രണത്തിൽ പറയുന്നത് തികച്ചും റൊട്ടേഷൻ വേണം കീടനാശിനികൾ. ഒന്ന് തന്നെ തളിക്കാൻ വേണ്ടി പാടില്ല, മാറി മാറി തളിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാർഡിനൽ പ്രിൻസിപ്പിളാണ് പെസ്റ്റ് മാനേജ്മെൻറ്റിൽ. പക്ഷേ അതിവിടെ അനുവർത്തിച്ചിട്ടില്ല. 2 തവണയായാലും 3 തവണയായാലും എൻഡോസൾഫാൻ മാത്രമാണ് തളിച്ചിട്ടുള്ളത്. കാരണം ഏറ്റവും ഇഫക്റ്റീവ് അതായിരുന്നു. രണ്ടാമത്തേത് ഏറ്റവും ചീപ്പ് അതായിരുന്നു, ഏറ്റവും വില കുറഞ്ഞതും അതായിരുന്നു. അതുകൊണ്ട് അത് മാത്രമേ തളിച്ചിട്ടുള്ളൂ. പിന്നെ വെള്ളത്തിൻ്റെ സ്രോതസ്സുകൾ മൂടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ആദ്യകാലത്തൊന്നും മൂടിയിട്ടില്ല. പിന്നീട് 84 മുതലൊക്കെ ചീമേനിയിലൊക്കെ പ്രശ്നമാക്കിയതിനോട് കൂടിയിട്ട് ഓല മടഞ്ഞിട്ട് കൊടുക്കാൻ തുടങ്ങി. അത് വെച്ചിട്ട് മൂടാറുണ്ടായിരുന്നു. ഇനി എൻഡോസൾഫാൻ്റെ ഒരു ടോക്സിക്കോളജി നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ LD50 വാല്യൂ എന്നുള്ളൊരു വാല്യൂ ആണ് ഈ വിഷം എത്രമാത്രം രൂക്ഷമാണ് എന്നുള്ളതിൻ്റെ ഒരു പരിശോധന. അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫോറേറ്റും കാർബോഫിറാനൊക്കെ അതിരൂക്ഷ വിഷങ്ങളാണ്. വളരെ ചെറിയ അളവിൽ 2 അല്ലെങ്കിൽ 8 മില്ലിഗ്രാം 1 കിലോഗ്രാം ബോഡി വെയിറ്റ് ഉള്ള ഒരു എലിയിൽ ചെന്നാൽ തന്നെ അത് ചത്തുപോയേക്കാം. പക്ഷേ അതേസമയം എൻഡോസൾഫാൻ എന്ന് പറഞ്ഞാൽ ഒരു താരതമ്യേന വിഷം കുറവായിട്ടുള്ള രൂക്ഷ വിഷമല്ല, ഉഗ്രവിഷം, രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് എൻഡോസൾഫാൻ എന്ന് പറയുന്നത്. മാലത്തിയോൺ 1375 ആണ് LD50 വാല്യൂ. അങ്ങനെ ഒരു ഭയങ്കര വിഷമല്ല യഥാർത്ഥത്തിൽ. ബാക്കിയുള്ള പല വിഷങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അത്ര ഭയങ്കര വിഷമല്ല. എന്ന് മാത്രമല്ല, തളിച്ചിട്ട് 2 ദിവസം കഴിയുമ്പോഴേക്ക് തന്നെ തേനീച്ചകൾക്കൊക്കെ സേഫായിട്ട് അത് മാറുന്നുണ്ട്. ബാക്കിയുള്ള പരാതങ്ങൾക്കും അത് സേഫാണ്. 2-3 ദിവസം കഴിയുമ്പോഴേക്ക് തന്നെ അത് സേഫായിട്ട് മാറും. ബാക്കിയുള്ള പല കീടനാശിനികളും അല്പം കൂടി ദിവസം കഴിഞ്ഞാൽ മാത്രമേ അത് തേനീച്ചകൾക്കൊക്കെ സേഫായിട്ട് മാറുന്നുള്ളൂ. അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഈ ഒരു വക കീടനാശിനികളൊക്കെ മത്സ്യങ്ങൾക്ക് അതിരൂക്ഷ വിഷങ്ങളാണ്. കാരണം പരിണാമ ചരിത്രത്തിൽ മത്സ്യങ്ങളൊന്നും തന്നെ ഈ കീടനാശിനിക്ക് എക്സ്പോസ്ഡ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രൂക്ഷ വിഷങ്ങളാണ്. ഏത് കീടനാശിനി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും മത്സ്യങ്ങൾക്ക് രൂക്ഷ വിഷമാണ് എന്ന് കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ പൈറത്രിൻ, നമ്മുടെ വീട്ടിൽ കുത്തിവെക്കുന്ന മൊസ്കിറ്റോ മാറ്റും ഇതൊക്കെ ഇല്ലേ, അതൊക്കെ മത്സ്യങ്ങൾക്ക് ഭയങ്കര വിഷമാണ്. പിന്നെ വളരെ പെട്ടെന്ന് തന്നെ ട്രോപ്പിക്കൽ എൻവയോൺമെൻറ്റിൽ 0.8 ppm അല്ലെങ്കിൽ 0.98 ppm ആയിട്ട് ഇത് കുറയുന്നു എന്നുള്ളതാണ്. ഒരാഴ്ചക്കുള്ളിൽ തന്നെ അത് കുറയുന്നു. സാധാരണ 0.05 to 0.1% ആയിട്ടാണ് ഇത് തളിക്കേണ്ടത് കീടനിയന്ത്രണത്തിന് വേണ്ടിയിട്ട്. 500 ppm പാർട്സ് പെർ മില്യൺ എന്നുള്ള തോതിലാണ് കീടനിയന്ത്രണത്തിന് തളിക്കേണ്ടത്. അത് തളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാത്തിരിപ്പ് കാലം പറയുന്നത് ഏകദേശം ഒരാഴ്ച മുതൽ 10 ദിവസത്തിനുള്ളിൽ തന്നെ അത് 2 ppm താഴെയായിട്ട് വിഘടിച്ച് പോകും. അതിനുശേഷം നമുക്ക് പറിച്ചെടുത്ത് കഴിക്കാവുന്നതാണ്. ഒരാഴ്ച പീരീഡിലാണ് പറയുന്നത്. സാധാരണ ഒരാഴ്ച, നമ്മൾ നല്ല ചൂടുകാലമാണെങ്കിൽ അത്ര തന്നെ വേണ്ടി വരില്ല. പിന്നെ ട്രോപ്പിക്കൽ എൻവയോൺമെൻറ്റിൽ ഉഷ്ണമേഖലാ പ്രദേശത്ത് വളരെ എളുപ്പം വിഘടിക്കുന്നതാണ്. പക്ഷേ മണ്ണിലേക്ക് അഡ്ഹിയർ ചെയ്ത് കഴിഞ്ഞാൽ മണ്ണിൽ ഒരു 42-45 ദിവസത്തോളം ഉണ്ടാവും. മണ്ണിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വെള്ളത്തിലേക്ക് അതിൽ നിന്ന് പോവില്ല. കാരണം അക്വസ് സൊല്യൂബിലിറ്റി വളരെ വളരെ കുറവാണ്. സോയിലിനോട്, മണ്ണിനോട് വളരെയധികം ഒട്ടിച്ചേർന്ന് കിടക്കുന്ന ഒരു കീടനാശിനിയാണ്. അപ്പോൾ പിന്നീട് മണ്ണോടുകൂടി ഒലിച്ചു പോകുമ്പോൾ ആ മണ്ണിൻ്റെ കൂടെ ഒറ്റിപ്പിടിച്ചിട്ട് ജലാശയങ്ങളിലേക്ക് എത്താം. എങ്കിൽ പോലും അതിൻ്റെ അടിയിലുള്ള ചളിയിലേക്ക് അത് താണ് അവിടെ സെഡിമെൻ്റ് ആയിട്ട് വരികയാണ് ചെയ്യുക. വെള്ളത്തിൽ അക്വസ് ഫേസിൽ അതിൻ്റെ വാട്ടർ സൊല്യൂബിലിറ്റിയൊക്കെ വളരെ വളരെ കുറവാണ്. പിന്നെ ടെമ്പറേറ്റ് രാജ്യങ്ങളിൽ, തണുപ്പ് രാജ്യങ്ങളിൽ നിരോധിച്ചിട്ടുണ്ട്. കാരണം വളരെ മെല്ലെ മാത്രമേ അവിടെ വിഘടിക്കുന്നുള്ളൂ. അതുമാതിരി പിന്നെ കൺസ്യൂമർ അസോസിയേഷൻ ചായയിൽ ഏറ്റവും കൂടുതൽ തളിക്കുന്ന ഒരു കീടനാശിനിയാണ്. ആഴ്ചക്കാഴ്ചക്ക് തളിക്കും പലപ്പോഴും. കാരണം ഇതിൽ സൾഫർ ഉള്ളത് കൊണ്ട് മണ്ടരി നാശിനിയുമാണ്, കീടനാശിനിയുമാണ്. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു കീടനാശിനിയാണ്. ഒരാഴ്ചക്കുള്ളിൽ തന്നെ പറിച്ചെടുക്കാമെന്നുള്ളത് കൊണ്ട് ചായയിൽ വളരെയധികം ഉപയോഗിക്കുന്ന ഒരു കീടനാശിനിയാണ് എൻഡോസൾഫാൻ ഉപയോഗിച്ചു കൊണ്ടിരുന്ന. ഇനി ഈ ചായ കഴിക്കുന്ന വിദേശ രാജ്യങ്ങളിലെ കൺസ്യൂമർ ഓർഗനൈസേഷൻസും അവിടുത്തെ സർക്കാരുകളൊക്കെ ഉണ്ട്.
അവരൊക്കെ കൃത്യമായിട്ട് ഈ വിഷാംശത്തിൻ്റെ റെസിഡ്യൂ അവശിഷ്ടം എത്രമാത്രം ആവുക വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ ചെമ്പ് കലർന്ന കുമിൾനാശിനികൾ 40 ppm, ഡൈക്കോഫോൾ 20 ppm, എൻഡോസൾഫാൻ 30 ppm, ബാക്കി ബയോ മാഗ്നിഫിക്കേഷൻ ജൈവ സാന്ദ്രീകരണമുള്ള കീടനാശിനികളൊക്കെ വളരെ കുറച്ച് മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. അപ്പോൾ ബയോ മാഗ്നിഫിക്കേഷൻ ഇല്ലാത്ത ഒരു കീടനാശിനിയാണ് എൻഡോസൾഫാൻ, ട്രോപ്പിക്കൽ എൻവയോൺമെൻറ്റിൽ പ്രത്യേകിച്ചും. പക്ഷേ അമേരിക്ക ഇത് ബാൻ ചെയ്തിട്ടുണ്ട്. കാരണം ആർട്ടിക്കിള് വളരെ ചെറിയ തോതിൽ ഈ ബയോ മാഗ്നിഫിക്കേഷൻ കണ്ടിട്ടുണ്ട്. വളരെ അത് പിന്നീടുള്ള പഠനങ്ങൾ അതിനെ റെഫ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് വേറെ എവിടെയൊക്കെ എൻഡോസൾഫാൻ തളിച്ചിട്ടുണ്ട്? കാസർഗോഡ് മാത്രമേ ഈ എൻഡോസൾഫാൻ തളിച്ചിട്ടുള്ളൂ, വേറെ എവിടെയെങ്കിലുമൊക്കെ തളിച്ചിട്ടില്ലേ? അതാണ് എൻ്റെ ഒരു പരിശോധനയുടെ ഒരാങ്കിൾ. നമ്മളത് പരിശോധിക്കേണ്ടതാണല്ലോ, വേറെ ലോകത്ത് എവിടെയൊക്കെ തളിച്ചു. കാരണം ഇതുമാതിരിയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കാസർഗോഡ് നിന്ന് മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ക്രോണിക് പോയ്സണിങ്, ദീർഘകാലത്തേക്കുള്ള ഫലം, വളരെ ചെറിയ ഡോസിൽ ദീർഘകാലത്തേക്കുള്ള ഫലം ലോകത്ത് വേറെ എവിടെ നിന്നും ഇതപര്യന്തം റിപ്പോർട്ട് ചെയ്തിട്ടില്ല, കാസർഗോഡ് നിന്നും മാത്രം. അതും എല്ലാ തരത്തിലുള്ള രോഗങ്ങളും, ഒന്നും രണ്ടുമല്ല, സകലമായ തരത്തിലുള്ള രോഗങ്ങളും കാസർഗോഡ് നിന്ന് മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് കാസർഗോഡ് മാത്രം വരുന്നു എന്നുള്ളതൊരു ചോദ്യമുണ്ടല്ലോ. അപ്പോൾ ആഫ്രിക്കയിൽ തളിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആഫ്രിക്കയിൽ ഏകദേശം 20-25 കൊല്ലത്തോളം ഇറ്റ്സ് എ ഫ്ലൈ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് എൻഡോസൾഫാൻ തളിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പേപ്പറാണിത്. ഇത് വേറെ ഒരു പേപ്പറാണ് അതുമായിട്ട് ബന്ധപ്പെട്ട. ഇത് അതിൻ്റെ ഒരു ടേബിൾ കാണിക്കും. നിങ്ങൾ അവിടെ നിന്ന് വായിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എൻഡോസൾഫാൻ പല രാജ്യങ്ങളിലും പല വർഷങ്ങളിലായിട്ട് തളിച്ചിട്ടുണ്ട് എന്ന് കാണിക്കുന്നതാണിത്. എൻഡോസൾഫാൻ ഉണ്ട്, DDT ഉണ്ട്. അങ്ങനെ അത് ആദ്യകാലത്ത് ഇൻഡിസ്ക്രിമിനേറ്റ് സ്പ്രേയിങ് ആയിരുന്നു. ഹെലികോപ്റ്റർ വഴി വ്യാപകമായിട്ട് തളിച്ചു. പിന്നെ FAOൻ്റെ WHO ജോയിൻറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ തളിക്കണ്ട, ഇതിനേക്കാൾ ഇഫക്റ്റീവ് ആവുക സ്പോട്ട് അപ്ലിക്കേഷനാണ്. അങ്ങനെ പിന്നീട് സ്പോട്ടിൽ മാത്രം അപ്ലൈ ചെയ്തു. അങ്ങനെ ആ പെസ്റ്റ് മാനേജ്മെൻറ്റ് കൂടുതൽ കൃത്യതയോടെ കൊണ്ടുവന്നു അവർ. അതിനുശേഷം FAO WHO ജോയിൻ്റായിട്ടും അല്ലാതെയും ഒരുപാട് പേര് ഈ വിഭാഗങ്ങളിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അവരാരും തന്നെ ഈ കാസർഗോഡ് തളിച്ചതിനേക്കാളും ഒരു 10 ഇരട്ടിയോളം അല്ലെങ്കിൽ ഒരു 8 ഇരട്ടിയോളം തളിച്ചിട്ടുണ്ട്. 10 kg/ha തളിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് ഒന്നും തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ ജോയിൻറ്റ് വെരിഫിക്കേഷനിൽ ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല. കാസർഗോഡ് നിന്ന് മാത്രമേ പ്രശ്നങ്ങളുള്ളൂ. ഇനി വേറെ എവിടെ തളിച്ചു? ഓസ്ട്രേലിയയിൽ 20-25 വർഷത്തോളം എൻഡോസൾഫാൻ തളിച്ചിട്ടുണ്ട്. അതോ 2,50,000 ഹെക്ടർ സ്ഥലത്ത് പരുത്തി കൃഷിയിൽ 7-8 തവണ ഒരു വർഷത്തിൽ എന്നുള്ള നിലക്കാണ് ഓസ്ട്രേലിയയിൽ തെളിച്ചിട്ടുള്ളത്. അപ് ടു 12 സ്പ്രേസ് പെർ ഇയർ എന്ന് പറഞ്ഞിട്ടാണ്. അതിനുശേഷം ഓസ്ട്രേലിയൻ ഗവൺമെൻറ് വളരെ വിശദമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പഠനങ്ങൾ ഒന്നും തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. ഇതതിൻ്റെ ഒരു സിഡ്നിയിലെ പ്രൊഫസേഴ്സ് നടത്തിയ ഒരു പഠനമാണ്. ഈ പഠനത്തിലൊക്കെ പറയുന്നത് പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളില്ല, ഈ എൻഡോസൾഫാൻ തളിച്ചതിൻ്റെ പേരിൽ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉള്ളത്. പക്ഷേ അതേസമയം ഓസ്ട്രേലിയ ഈ 2014 ഇതേ കീടനാശിനി നിരോധിച്ചു. എന്തുകൊണ്ടാണ്? കോട്ടൺ കൃഷിയിൽ ഇത് നടത്തുമ്പോൾ കോട്ടൺ കൃഷിയിൽ ഒട്ടും തന്നെ നമ്മൾ കളകൾ അനുവദിക്കുന്നതല്ല. അപ്പോൾ എൻഡോസൾഫാൻ തളിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഇലച്ചാർത്തിൽ പതിഞ്ഞ് അതിനുശേഷം അത് മണ്ണിലേക്ക് എത്തിക്കഴിഞ്ഞ് മഴ പെയ്യുമ്പോൾ ഈ മണ്ണടക്കം ഒലിച്ച് അരുവികളിലും ജലാശയങ്ങളിലേക്കും എത്തിച്ചേരും. അതുകൊണ്ട് അതൊരു പരിസ്ഥിതിക പ്രശ്നമാണ് എന്നുള്ളത് കൊണ്ട് അവർ 2014 APVMA അത് നിരോധിച്ചിട്ടുണ്ട്. ഇനി കാസർഗോഡ് സാധാരണയിലും കൂടുതൽ എൻഡോസൾഫാൻ, ഒരു ഹയർ ലോഡ് ഓഫ് പെസ്റ്റിസൈഡ്സ് തളിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. കാരണം ആ ഒരു പരിശോധന വേണമല്ലോ. കാസർഗോഡ് കൂടുതൽ തളിച്ചിട്ടുണ്ടോ? PCK, പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരള, ഒരു കേരള ഗവൺമെൻറ് സ്ഥാപനമാണ്. അവർക്ക് ഓഡിറ്റ് ഉള്ളതാണ്, സ്റ്റിപ്പുലേഷൻസ് ഉള്ളതാണ്. ഇത്ര ഹെക്ടർ സ്ഥലം ഇത്ര മാത്രമേ പാടുള്ളൂ. പിന്നെ അധികം തളിക്കാനും പറ്റില്ല, കുറവ് തളിക്കാനും പറ്റില്ല. കുറവ് തളിക്കാൻ പറ്റിയേക്കാം അഴിമതി കാണിച്ചുകൊണ്ട്, അല്ലാതെ പറ്റില്ല. അപ്പം അങ്ങനെ ഇതൊക്കെ ഉള്ളതായതുകൊണ്ട് വളരെ കർക്കശമായിട്ട് മാത്രമേ തളിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഒരു കണക്കാണ് ഇവിടെ. ഒരു വിള നമ്മൾ സാധാരണ ഒരു കണ്ടത്തിൽ ഒരു വിള നെല്ല് എടുത്തു കഴിഞ്ഞാൽ ഒരു രോഗമോ കീടമോ വന്നാൽ 1.5 ലിറ്ററെങ്കിലും തളിക്കേണ്ടി വരും ഒരു ഹെക്ടർ സ്ഥലത്തേക്ക്. 2 വിള നെല്ലെടുത്തു കഴിഞ്ഞാൽ 3 ലിറ്ററും, 2 വിള പച്ചക്കറി എടുത്തു കഴിഞ്ഞാൽ 1.5 ലിറ്റർ, അല്ല 1 വിള പച്ചക്കറി, 2 വിള നെല്ലും 1 വിള പച്ചക്കറിയും ഒരു പാടശേഖരത്തിൽ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 4.5 ലിറ്റർ കീടനാശിനിയെങ്കിലും ഒരു വർഷം ഒരു ഹെക്ടർ സ്ഥലത്ത് അവിടെ തളിക്കേണ്ടി വന്നേക്കും. 4.5 ലിറ്റർ ഒരു ഹെക്ടർ സ്ഥലത്തേക്ക്. ഏലം കൃഷിയിൽ എത്രയാണ് തളിക്കുന്നത്? 85 ലിറ്ററാണ് തളിക്കുന്നത്. ചായ കൃഷിയിലോ 17 ലിറ്ററാണ് ഒരു വർഷം തളിക്കുന്നത് ഒരു ഹെക്ടർ സ്ഥലത്തേക്ക്. ഈ എൻഡോസൾഫാനോ 1.34 ലിറ്റർ
ഒരു ഹെക്ടർ സ്ഥലത്തേക്ക് 1.34 ലിറ്റർ മാത്രമേ ഒരു വർഷം തളിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് ഒരു അമിതമായിട്ടുള്ള ഒരു കീടനാശിനി പ്രയോഗം അവിടെ ഉണ്ടായിട്ടില്ല. കേരള ശരാശരിയായിട്ട് കേരള ശരാശരി 600 ഗ്രാമാണ് അല്ലെങ്കിൽ 600 മില്ലിയാണ്. പക്ഷെ അതിനേക്കാളും ഒരു ഇരട്ടിയോളം എന്ന് പറയാം, അത്ര മാത്രമേ തളിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ ഏലത്തിലും ചായയിലും മേ ബി കുട്ടനാടിലും ഒക്കെ ഇതിനേക്കാൾ എത്രയോ ഇരട്ടി തളിച്ചിട്ടുണ്ടാവും. ഇനി എന്താണ് അലിഗേഷൻസ് ഈ തളിച്ചത് കൊണ്ട്? ഇവിടെ മൊത്തം ആരോഗ്യ പ്രശ്നങ്ങളാണ്. 1998 മുതലാണ് ഇത് തുടങ്ങിയത്. പിന്നെ വൈഡ് സ്പ്രെഡ് ഹെൽത്ത് ഇഷ്യൂസ്, ഇക്കോളജിക്കൽ ഇമ്പാക്ട്, ഹണിബീസേ ഇല്ല, തേനീച്ചകൾ മുഴുവൻ പോയി എന്നുള്ളതാണ് വേറൊരു ആരോപണം. ഇനി ഇത് നിങ്ങൾക്ക് ഓരോ ഇമേജസ് കാണാം, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ മറവിൽ നിന്ന് ഒന്നും കൂടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇതേകൊണ്ടല്ലോ ഞാനവിടെ ഒരു 4-5 തവണ പോയിട്ടുണ്ട്. ശാസ്ത്രാസാഹിത്യ പരിഷത്തിൻ്റെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അവിടെ സർവേക്ക് പോയിട്ടുണ്ട്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കമ്മീഷൻ മെമ്പർ എന്നുള്ള നിലയ്ക്ക് 2-3 തവണ പോയിട്ടുണ്ട്. അല്ലാതെയും പോയിട്ടുണ്ട്. പലതവണ പോയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. ഒരു 4-5 കിലോമീറ്ററെങ്കിലും ദൂരെയാണ് എസ്റ്റേറ്റിൽ നിന്ന്. അപ്പോൾ 79-ലാണ് ജനിച്ചത്. 77-78-ലാണ് ആദ്യത്തെ ടെസ്റ്റ് സ്പ്രേ ആദൂര് നടത്തുന്നത്. ഇവിടെയല്ല, ആദൂര് നടത്തുന്നത്. അതിനുശേഷം 81 മുതലാണ് പിന്നെ സ്പ്രേയിങ് തുടങ്ങുന്നത്. പക്ഷേ ഇദ്ദേഹം ജനിച്ചത് 79-ലാണ്. അപ്പോൾ എല്ലാം ഇതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഡൗൺ ടു എർത്തിൽ വന്ന എന്താ പറയുക, ഈ ലോകത്തെ പിടിച്ചു കുലുക്കിയ കഥകളിൽ നിന്നുള്ള ചിത്രങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ കണ്ടു കാണും, അതുകൊണ്ട് ഞാൻ കൂടുതൽ കാണിക്കുന്നില്ല. ഈ CSE ന്യൂഡൽഹി ഡൗൺ ടു എർത്ത് മാഗസിൻ പബ്ലിഷ് ചെയ്യുന്ന സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെൻറ്റ് സുനിത നാരായണൻ്റെ CSE ആണ് ആദ്യമായിട്ട് ഈ അലിഗേഷൻസ് കൊണ്ടുവരുന്നത്. 2001-ലാണ് അവരൊരു പഠനം നടത്തി. ആ പഠനം നടത്തിയിട്ട് കണ്ടത് മണ്ണിലും വെള്ളത്തിലും തവളയിലും പിന്നെ അങ്ങനെ സകലമാന ജീവജാലങ്ങളിലും സസ്യങ്ങളിലും ഒക്കെ വളരെ ഉയർന്ന അളവിൽ എൻഡോസൾഫാൻ്റെ അവശിഷ്ടം കണ്ടെത്തി എന്നുള്ളതാണ്. ഞെട്ടിപ്പിക്കുന്ന ഒരു സ്റ്റോറിയായിട്ടാണ് 2001 ഫെബ്രുവരി 18 ഡൗൺ ടു എർത്ത് മാഗസിൻ പുറത്തിറങ്ങിയത്. ലോകത്തെ തന്നെ ഞെട്ടിപ്പിച്ച ഒരു കഥയുമായിട്ടാണ്. കണ്ടില്ലേ, ഹ്യൂമൻ ബ്ലഡിൽ 108 ppm, 114 ppm, 115, 196 ppm. മുത്തക്ക ഷെട്ടി എന്ന് പറയുന്ന ഒരമ്മയുടെ ബ്ലഡിൽ 196 ppm പാർട്സ് പെർ മില്യൺ എൻഡോസൾഫാനാണ്. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. എന്താ കാര്യം? ഞാൻ ലിറ്ററേച്ചർ സെർച്ച് ചെയ്ത് നോക്കി. ലിറ്ററേച്ചർ സെർച്ച് ചെയ്യുമ്പോഴേക്കും എൻഡോസൾഫാൻ കുടിച്ച് ആത്മഹത്യ ചെയ്ത ആളുടെ രക്തത്തിൽ 4 മുതൽ 8 ppm മാത്രമേ ഉള്ളൂ. വേറൊരു കേസിൽ 2.9 ppm മാത്രമേ ഉള്ളൂ. അപ്പോഴെങ്ങനെയാണ് ഡോക്ടർ മോഹൻകുമാറും ഈ മുത്തക്ക ഷെട്ടിയും ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇത്രയും പിന്നെ എൻഡോസൾഫാൻ അംശവുമായിട്ട് ജീവിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്നുള്ളത് ലോകാത്ഭുതങ്ങളിൽ ഒന്ന് തന്നെയാണ്. അതുമാതിരി വേറെ കുറേ ഉണ്ട് അതിൽ. തവളക്ക് മരിക്കാനുള്ള ഡോസിനേക്കാളൊക്കെ എത്രയോ ഉയർന്ന തോതിലാണ് തവളയുടെ രക്തത്തിൽ കാണുന്നത്. അപ്പോൾ ആ ഒരു പഠനം മൊത്തം, അതിൻ്റെ റെസിഡ്യൂ അനാലിസിസ് മൊത്തം ഫ്ലോ ആയിരുന്നു. കാരണം ഇതൊരു വളരെ സവിശേഷമായിട്ടുള്ള വൈദഗ്ധ്യം വേണ്ട ഒരു ജോലിയാണ് ഈ റെസിഡ്യൂ അനാലിസിസ് എന്ന് പറയുന്നത്. അത് അറിയാത്ത ആൾക്കാർ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാം. ഇനി ഒരുപാട് കമ്മീഷനുകൾ എൻഡോസൾഫാൻ ഇഷ്യൂയെക്കുറിച്ച് പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, അച്യുതൻ കമ്മീഷൻ, KCST, NIOH, ദൂബെ, KMA, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ്, മായി കമ്മീഷൻ, KSSPൻ്റെയും KU-ൻ്റെയും മെമ്പറായിട്ട് ഞാൻ പോയിട്ടുള്ളതാണ്. അവിടെ KU സ്റ്റഡിയിൽ നമ്മൾ അവിടെ നിന്നൊക്കെ മണ്ണ് സാമ്പിൾ എടുക്കുകയുണ്ടായി. മണ്ണ് സാമ്പിൾ മണ്ണും ഇതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ വെള്ളത്തിലും പേപ്പർ ബെറീസിലും ബീറ്റൽ ലീഫിലൊന്നും ഒന്നും കണ്ടില്ല. മണ്ണിൽ 3.8 ppm വരെ കണ്ടു. ഒരു മലയുടെ മുകളിൽ എന്തോ കേബിൾ ഇടാൻ വേണ്ടിയിട്ട് മറ്റും ഒരു ചാല് കീറി വെച്ചിട്ടുണ്ടായിരുന്നു. മണ്ണ് എക്സ്പോസ്ഡ് ആയിരുന്നു. അവിടെ നിന്ന് ഞങ്ങളൊരു സാമ്പിൾ എടുത്തു. നമ്മുടെ സാമുൽ മാത്യു സാറ് KU-ലെ ഒരു റെസിഡ്യൂ വിദഗ്ധനാണ് അങ്ങേര്. പിന്നെ അദ്ദേഹമാണ് മണ്ണ് സാമ്പിൾ എടുത്ത് അതിന് പരിശോധിച്ച് നോക്കുമ്പോൾ മാക്സിമമായിട്ട് 3.8 ppm മാത്രമേ മണ്ണിൽ കണ്ടിട്ടുള്ളൂ, വെള്ളത്തിലില്ല. ഇത് 50-ാമത്തെ ദിവസം, കീടനാശിനി തളിച്ച് 50-ാമത്തെ ദിവസമാണ് ഞങ്ങൾ ഈ സാമ്പിളിംഗ് നടത്തിയിരുന്നത്. അച്യുതൻ കമ്മീഷൻ, നിങ്ങളെല്ലാം വായിച്ചിട്ടുണ്ട് അച്യുതൻ കമ്മീഷൻ. പിന്നെ അച്യുതൻ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ പറഞ്ഞത് അവിടെ അന്ന് 3 പഞ്ചായത്തേ ഉള്ളൂ. 3 പഞ്ചായത്തുകളിൽ അധികമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അച്യുതൻ കമ്മീഷൻ പറയുന്നത്. അവിടെയാണ് പിന്നെ അച്യുതൻ കമ്മീഷനോട് എനിക്ക് ഏറ്റവും വലിയ വിമർശനമുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള ആരോപണങ്ങൾ ഉണ്ട് എന്ന് എഴുതി വെക്കുകയോ ചെയ്തിട്ടുള്ളൂ. ആ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പഠിക്കണമായിരുന്നു. ഉണ്ട് എന്ന് പറയുക മാത്രമല്ല, ഉണ്ടെങ്കിൽ കേരള ശരാശരിക്ക് തുല്യമായിട്ടാണോ അതിലും കൂടുതലാണോ
ഏതൊക്കെയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ, എത്ര ശതമാനമാണ് കൂടുതൽ, അത് കഴിഞ്ഞിട്ടാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത്. അങ്ങനെയാണ് ഒരു സയന്റിഫിക് സ്റ്റഡി വേണ്ടത്. മറ്റല്ലാണ്ട് ഹിയർസേ കേൾവി വെച്ചിട്ടല്ല ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് ഇത് എന്നുമെന്നും നീറിപ്പിടിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സാധനമായിട്ട് മാറിയത്. അന്ന് കൃത്യമായിട്ടുള്ള പഠനം നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പറയുന്നത് പദ്രയിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ എപ്പിഡെമിയോളജി പഠനം നടത്തണം എന്നാണ് റെക്കമെൻഡേഷൻ ഉള്ളത്. പക്ഷേ ആ റെക്കമെൻഡേഷൻ വേണ്ട രീതിയിൽ പാലിക്കപ്പെട്ടിട്ടേ ഇല്ല. പിന്നെയാണ് NIOH നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒക്കുപേഷണൽ ഹെൽത്ത് അഹമ്മദാബാദിൻ്റെ പഠനമുള്ളത്. അവർ രണ്ട് വില്ലേജുകളാണ് താരതമ്യപ്പെടുത്തിയത്. സ്പ്രെയ്ഡ് പദ്രയും അൺസ്പ്രെയ്ഡ് മീഞ്ചയും, ഈ 2 വില്ലേജുകളാണ് താരതമ്യപ്പെടുത്തിയത്. 2002 അവരുടെ റെക്കമെൻഡേഷൻസ് ഉണ്ട്. അവരുടെ ഈ വാല്യൂസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ ശരിക്കും ഇതിൻ്റെ റെസിഡ്യൂ അവശിഷ്ട വീര്യ പഠനങ്ങളിലുള്ള വലിയ തെറ്റുകളാണ് ഈ കാണുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഡിറ്റക്റ്റബിൾ ലിമിറ്റിനേക്കാളും താഴെയുള്ള സാധനമാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. ഒരു മെഷീന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റിനേക്കാളും താഴെയുള്ളത് BDL അല്ലെങ്കിൽ നിൽ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കേണ്ടത്. അതിന് പകരം ഇങ്ങനെയാണ് PPM ആയിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് വാണിനഗറിലെ സ്കൂളിലെ കുട്ടികളുടെ രക്തത്തിൽ കണ്ട എൻഡോസൾഫാന്റെ അളവാണ്. ഇതൊരു കോൺട്രാഡിക്ഷൻ ഉണ്ട്, നോക്കണം. ഇവർ 10 മാസം കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്. KUവിൻ്റെ സ്റ്റഡിയിൽ 50ാമത്തെ ദിവസം തന്നെ വെള്ളത്തിൽ എൻഡോസൾഫാൻ ഇല്ല. ഇവിടെ അതിനുശേഷം ഒരു വർഷകാലം കഴിഞ്ഞ് വെള്ളത്തിൽ കുത്തിയൊലിച്ച് ഒരു കടലിലേക്ക് പോകേണ്ടതൊക്കെ പോയിട്ട് പിന്നെയും കിടക്കുന്നു എൻഡോസൾഫാൻ ബ്ലഡിൽ. അപ്പോൾ ഇത് കൃത്യമായിട്ടുള്ള റെസിഡ്യൂ അനാലിസിസ് എക്സ്പേർട്ട് തന്നെയാണോ ചെയ്ത് എന്നുള്ളത് തീർച്ചയായിട്ടും സംശയകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഏതായാലും ഇതിൻ്റെ റെക്കമെൻഡേഷൻസ് പഠനങ്ങളിൽ പറയുന്നത്, ഒന്ന് ജനിതക രോഗങ്ങൾ അവിടെ കൂടുതലാണ്, പിന്നെ രണ്ടാമത്തെ എൻഡോക്രൈൻ ഡിസ്റപ്റ്റർ ഉണ്ടോ എന്ന് സംശയമുണ്ട്. പിന്നെ ഡോക്ടർ സയ്യിദിൻ്റെ ഒരു പേപ്പർ, ആകെപ്പാട് ഒരു പേപ്പർ മാത്രമാണ് പബ്ലിഷ് ചെയ്ത് വന്നിട്ടുള്ളത്. അതിൽ പറയുന്നത് ആൺകുട്ടികൾക്ക് സെക്ഷൽ മെച്യൂരിറ്റി റേറ്റിംഗ് കുറവാണ്, പെൺകുട്ടികൾക്ക് സെക്ഷൽ മെച്യൂരിറ്റി റേറ്റിംഗ് കൂടുതലാണ്. ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് ആ ഒരു പ്രായത്തിൽ ആ ഒരു ഹോർമോണൽ ഇംബാലൻസ്, ഹോർമോണൽ ഫ്ലക്ച്വേഷൻ വളരെ സാധാരണമാണ്. 12-14 വയസ്സ് പ്രായത്തിലുള്ള കുട്ടികളെയാണ് പരിശോധിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും വലിയ ഇത് വരുന്നതാണ് ആ സമയത്ത്. അടുത്ത പഠനം നടത്തിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്. കോഴിക്കോട് പഠനം നോക്കണം, ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാനും ഡോക്ടർ പ്രതാപനുമാണ് ഈ പഠനങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പ്രതാപൻ ഇവിടെ ഇരിപ്പുണ്ട്, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ വെള്ളാണിയിലെ പ്രൊഫസറാണ്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ പ്രിൻസിപ്പലിനൊരു ലെറ്റർ അയച്ചു. നിങ്ങൾ എത്രാം തീയതിയാണ് കൃത്യമായിട്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്, ഈ പഠനം നടത്തിയിട്ട് എത്രാം തീയതി കൊടുത്തു? അപ്പോൾ അതിന് ഉത്തരം വന്നു. എത്രയാണ്? 19/2/2011 ഞങ്ങൾ റിപ്പോർട്ട് സമർപ്പിച്ചു എന്നാണ് അവർ തന്നിട്ടുള്ള ഉത്തരം. എത്ര പേജ് റിപ്പോർട്ട്? 54 പേജിലുള്ള റിപ്പോർട്ട്. ഇത് ഞങ്ങൾക്ക് വരാൻ കാരണമുണ്ട്. ഇത് 24/4/11 ഹിന്ദുവിലും ബാക്കിയുള്ള പത്രങ്ങളിലൊക്കെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ന്യൂസ് ഔട്ടാക്കുന്നത്. ഇതിനോടനുബന്ധിച്ചിട്ടാണ് അന്നത്തെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ അച്യുതാനന്ദൻ്റെ ധർണയും ലോകമാസകല എൻഡോസൾഫാൻ നിരോധിക്കുന്ന സ്റ്റോക്ക്ഹോം കൺവെൻഷനോട് അടുപ്പിച്ചിട്ടാണ് ഈ സംഗതികൾ മുഴുവൻ വരുന്നത്. ആ സമയത്താണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. റിപ്പോർട്ട് അവരുടെ നേരത്തെ റെഡി ഉണ്ടായിരുന്നു, പക്ഷെ പുറത്തുവിട്ടത് ആ സമയത്താണ്. അത് കൃത്യം ടൈമിംഗ് നടത്തിയിട്ടാണ് അത് പുറത്തുവിട്ടത്. അതോ 2 തരം റിപ്പോർട്ടുകൾ. എന്താണ്? ഒന്ന് 54 പേജുള്ള റിപ്പോർട്ട്, വേറൊന്ന് 15 പേജുള്ള റിപ്പോർട്ട്. ഇങ്ങനെയുണ്ട് ഒരു റിപ്പോർട്ട്. ഞങ്ങൾ വായിച്ചു നോക്കുമ്പോഴേക്കും 10ാം ക്ലാസ്സിലെ കുട്ടികൾ ചെയ്യും ഇതിനെക്കാട്ടി നല്ല റിപ്പോർട്ട്. ഇത് എന്ത് റിപ്പോർട്ട് എന്ന് ഞങ്ങൾ അത്ഭുതപ്പെട്ടിട്ടാണ് ഞങ്ങൾ RTI പ്രകാരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെ കത്തയച്ചത്. അന്നേരമാണ് ഞങ്ങൾ 15 പേജുള്ള റിപ്പോർട്ടേ അല്ല 54 പേജുള്ള റിപ്പോർട്ടാണ് ഞങ്ങൾ കൊടുത്തതെന്നും പറഞ്ഞിട്ട് മറുപടി വന്നത്. പക്ഷേ ഈ 15 പേജുള്ള റിപ്പോർട്ടാണ് നമ്മുടെ അന്നത്തെ ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ന്യൂഡൽഹിയിൽ പ്രൈം മിനിസ്റ്റർക്ക് കൊണ്ടുപോയി കൊടുത്തതും DYFI സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തതും എല്ലാം 15 പേജുള്ള റിപ്പോർട്ടാണ്. ആ 15 പേജുള്ള റിപ്പോർട്ടിൽ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ചില പട്ടികകൾ മാത്രം വെച്ചിട്ടാണ് ഈ റിപ്പോർട്ടാക്കിയത്. 54 പേജുള്ളത് വേറെ കുറച്ച് പട്ടികകൾ വെച്ചിട്ടാണ്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ കീടനാശിനി തളിച്ച മൂളിയാറിലും തളിക്കാത്ത ബാനത്തും വിവിധ രോഗങ്ങളുടെ പ്രാബല്യം. അല്ല, അതിനു മുമ്പ് ഇതൊന്നും നോക്കാം നമുക്ക്. ഇത് നിങ്ങൾക്ക് അവിടുന്ന് നോക്കിയാൽ മനസ്സിലാവില്ല. പക്ഷേ ഇത് റിപ്പോർട്ടിൻ്റെ ഈ രക്തത്തിലുള്ള എൻഡോസൾഫാൻ്റെ അളവിൻ്റെ ഒരു ടേബിളാണ്, നോക്കണം. അതിൽ ആദ്യത്തെ ടേബിൾ എന്ന് പറഞ്ഞാൽ 54 പേജുള്ള റിപ്പോർട്ടിലുള്ളതാണ്, മറ്റേത് 15 പേജിലുള്ളതാണ്. അതിൽ ഒരു കോളം അങ്ങനെ തന്നെ ഒഴിപ്പിച്ചിട്ടുണ്ട്. 3ാമത്തെ കോളം അങ്ങനെ തന്നെ ഒഴിവാക്കിയിരിക്കുന്നു. ആ 3ാമത്തെ കോളത്തിൽ അവരുടെ ആരോഗ്യാവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്, ഹെൽത്ത് സ്റ്റാറ്റസ്. അപ്പോൾ ഹെൽത്ത് സ്റ്റാറ്റസ്
ഹെൽത്ത് സ്റ്റാറ്റസും എൻഡോസൾഫാൻ്റെ അളവും, രക്തത്തിലുള്ള എൻഡോസൾഫാൻ്റെ അളവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്തത് കൊണ്ടാണ് ആ ഒരു കോളം അങ്ങനെ തന്നെ ഡിലീറ്റ് ചെയ്തിട്ട് വേറെ 15 പേജുള്ള റിപ്പോർട്ടാക്കിയത്. അതിൽ തന്നെ ചില ടേബിൾസ് ഒഴിവാക്കിയിരിക്കുന്നു. ഒഴിവാക്കിയ ഒരു ടേബിൾ ഞാൻ നിങ്ങളെ കാണിക്കാം. നോക്കുക, മൂളിയാറിലെ 6107 പേരെയും ബാനത്തെ 3742 പേരെയുമാണ് പഠിച്ചത്. അതിൽ അപസ്മാരം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ശതമാനം മാത്രം നോക്കിയാൽ മതി. പ്രാബല്യം, 1000-നുള്ള പ്രാബല്യം, അപസ്മാരം തളിച്ച മൂളിയാറിൽ കുറവും തളിക്കാത്ത ബാനത്ത് കൂടുതലുമാണ്. മാനസിക രോഗങ്ങൾ ബാനത്താണ് കൂടുതൽ, തളിക്കാത്ത ബാനത്താണ് കൂടുതൽ. സ്വഭാവ വൈകല്യങ്ങൾ തളിച്ചെടുത്താണ് കൂടുതൽ. മാനസിക വെല്ലുവിളി 2 സ്ഥലത്ത് ഒരുപോലെയാണ്. ത്വക്ക് രോഗങ്ങൾ തളിക്കാത്തടത്താണ് കൂടുതൽ. ആസ്തമ തളിക്കാത്തടത്താണ് കൂടുതൽ. ഏതെങ്കിലും തരം ക്യാൻസർ ഒരുപോലെയാണ്. വൃക്കരോഗങ്ങൾ തളിച്ചെടുത്താണ് കൂടുതൽ. വന്ധ്യത തളിച്ചെടുത്താണ് കൂടുതൽ. കരൾ രോഗങ്ങൾ തളിച്ചെടുത്താണ് കൂടുതൽ. ക്ഷീണം നോക്കണം. ഇങ്ങനെയാണോ ഒരു ഡോക്ടറുടെ ഗ്രൂപ്പ് റിപ്പോർട്ടാക്കേണ്ടത്? ക്ഷീണം എന്ന് പറഞ്ഞാൽ എങ്ങനെ നിങ്ങൾ അതിനെ ഡിഫൈൻ ചെയ്യും? എന്നിട്ട് ഞങ്ങൾ വീണ്ടും ചോദിച്ചു, നിങ്ങൾ ഓപ്പറേഷണൽ ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ടോ ഈ പഠനത്തിന് മുമ്പായിട്ട്? ഓരോ തരവും ഓരോ സിറ്റുവേഷനും ഡെഫിനിഷൻ വേണം, ഓപ്പറേഷണൽ ഡെഫിനിഷൻ. കാരണം വെള്ളമടിച്ചിട്ടും ലിവർ പോവാം, മഞ്ഞപ്പിത്തം വന്നിട്ടും പോവാം, പല പല കാരണങ്ങൾ കൊണ്ടുവരാം. അപ്പോൾ ഡെഫിനിഷൻ, ലിവർ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്തെന്തൊക്കെ ആവാം. അങ്ങനെ യാതൊരു ഡെഫിനിഷൻ നടത്താതെയാണ് ഒരു സംഘം ഡോക്ടർമാർ ഇത് പഠിക്കാൻ വേണ്ടി പോയത് എന്നുള്ളത് ലജ്ജിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല എന്ന് കാണാൻ വേണ്ടി പറ്റും. ചിലത് തളിച്ച സ്ഥലത്ത് കൂടുതൽ, ചിലത് തളിക്കാത്ത സ്ഥലത്ത് കൂടുതൽ. കൺഫ്യൂഷൻ വരുമെന്നുള്ളത് കൊണ്ടാണ് ഈ ടേബിള് അങ്ങ് ഒഴിവാക്കി. സംഗതി തീർന്നുവല്ലോ, പ്രശ്നം തീർന്നുവല്ലോ. ഇനി ഇവരുടെ റെസിഡ്യൂ അനാലിസിസ്, രക്തത്തിലുള്ള റെസിഡ്യൂ അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ അതിലും വലിയ തമാശകളാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ 10 കൊല്ലം മുമ്പേ NIOH 2001 NIOH നടത്തിയപ്പോൾ കിട്ടിയ എൻഡോസൾഫാനേക്കാളും കൂടുതലാണ് 10 കൊല്ലം കഴിഞ്ഞിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് നടത്തിയ പഠനത്തിലുള്ള എൻഡോസൾഫാൻ്റെ അളവ്. ഈ 10 കൊല്ലക്കാലം കാസർഗോഡും തിരുവനന്തപുരത്തും സകലമാന സമരങ്ങളും നടന്ന കാലമായിരുന്നു. എൻഡോസൾഫാൻ കൊണ്ട് ഒരു കുപ്പി കൊണ്ട് ആ വഴിക്ക് പോകാൻ പറ്റില്ല. സ്പ്രേ ആലോചിക്കേ വേണ്ട. സകലമാന സ്പ്രേയിങ് നിർത്തിവെച്ച പെസ്റ്റിസൈഡ് ഹോളിഡേ കൊടുത്ത കാലമായിരുന്നു. എന്നിട്ട് 10 കൊല്ലം കഴിയുമ്പോഴേക്കും എൻഡോസൾഫാൻ കൂടുതൽ. അങ്ങനെ വരുമോ? എന്ത് റെസിഡ്യൂ അനാലിസിസ് ആണ് ചെയ്തതെന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. ഇത് ഞങ്ങളുടെ പേപ്പറാണ്. ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ പഠനത്തെ വിമർശിച്ചു കൊണ്ടുള്ള പേപ്പറാണ്. കറണ്ട് സയൻസിൽ ഇത് ഇൻ്റർനെറ്റിൽ ഫ്രീ ആയിട്ട് ലഭ്യമാണ്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കാം. എന്താണ് ആദ്യം മെഡിക്കൽ ക്യാമ്പുകൾ. ഇവിടെ നടത്തിയിട്ടുള്ള മെഡിക്കൽ ക്യാമ്പുകളുടെ ഒരു ക്രോഡീകരണവും അതിൻ്റെ അനാലിസിസുമാണ് അടുത്തത് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരു പഞ്ചായത്തിൽ 2 മെഡിക്കൽ ക്യാമ്പ് വീതം 11 പഞ്ചായത്തിൽ 22 ക്യാമ്പുകൾ നടത്തി, 4 അപ്പെക്സ് ക്യാമ്പുകൾ നടത്തി, അങ്ങനെ 26 ക്യാമ്പുകൾ നടത്തി. ഗംഭീരം ക്യാമ്പുകളായിരുന്നു. അതിനു മുമ്പ് തന്നെ അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക് ബജറ്റിൽ സഹായധനം പ്രഖ്യാപിച്ചു. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്തുനിന്നുള്ള ആൾക്കാരൊക്കെ പോയി. അത് ഇതിൽ ലിസ്റ്റിൽ കയറി പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ജീവിതകാലം മുഴുവൻ പൈസ കിട്ടും എന്നുള്ളതാണ്. സകല ചികിത്സയും കിട്ടും, പൈസയും കിട്ടും എന്നുള്ളതാണ് അന്നേരം ഉണ്ടായിരുന്ന ഒരു മൊത്തത്തിലുള്ള റൂമർ. അപ്പോൾ ആൾക്കാരൊക്കെ പോയി, അങ്ങനെ സകലമാന ആൾക്കാരും പോയി. 16,000 പേര് മെഡിക്കൽ ക്യാമ്പിൽ സംബന്ധിച്ചു എന്നുള്ളതാണ് റിപ്പോർട്ട്. ഇതിലുള്ള നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ തരത്തിലുമുള്ള മാനസിക വെല്ലുവിളികൾ, സെറിബ്രൽ പാൽസി, അപസ്മാരം, ജന്മനാലുള്ള ഹൈഡ്രോസഫാലസ്, ജന്മനാലുള്ള ഹൈപ്പോതൈറോയിഡിസം, ഇതൊക്കെ തന്നെ കാസർഗോഡ് ദേശീയ ശരാശരിയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ കാസർഗോഡ് ഇതൊക്കെ തന്നെ കുറവായിട്ടാണ് കണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ റെഫറൻസും അതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു സൂക്കേട് പോലും ഇവിടെ അധികം ഉള്ളതായിട്ട് കാണാനില്ല ഈ മെഡിക്കൽ ക്യാമ്പിൻ്റെ ഡാറ്റ പ്രകാരം. ഇത് കേന്ദ്ര നാഡീവ്യൂഹ സംബന്ധിയായിട്ടുള്ള ബ്രെയിൻ സെൻട്രൽ നെർവസ് സിസ്റ്റം ഇൻസൾട്ട്സിൻ്റെ ടേബിളാണ്. ഇത് പ്രധാനപ്പെട്ട സിൻഡ്രോമുകളുടെ ടേബിളാണ് അടുത്തത്. സിൻഡ്രോം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജനറ്റിക് അബറേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ, ക്രോമസോമൽ അബറേഷൻ വന്നിട്ടുണ്ടെങ്കിൽ സിൻഡ്രോംസ് വരാം. അങ്ങനെയുള്ള സിൻഡ്രോംസ് ഡൗൺ സിൻഡ്രോം, മൾട്ടി നോഡുലാർ ഗോയിറ്റർ, മാർഫാൻ സിൻഡ്രോം, ക്ലൈൻ ഫിൽട്ടർ സിൻഡ്രോം, ടെർണർ സിൻഡ്രോം, ക്രൂസോൺ സിൻഡ്രോം. ഇതിൽ ആകെപ്പാടെയുള്ള രോഗികളുടെ എണ്ണം, അത് എത്ര വരെ ഇവിടെ വരാം എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ ഒരസുഖം പോലും കൂടുതലില്ല. എല്ലാ നാട്ടിലും ഉള്ളത് മാതിരി മാത്രമേ ഈ തളിച്ച 11 പഞ്ചായത്തുകളുടെ ശരാശരി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇവിടെ ഈ രോഗങ്ങളുള്ളൂ എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇനിയോ ക്യാൻസർ, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുക കാസർഗോഡ് ക്യാൻസറിൻ്റെ ക്യാപിറ്റലാണെന്നല്ലേ. എൻഡോസൾഫാൻ തളിച്ചതുകൊണ്ട് ക്യാൻസർ ക്യാപിറ്റലാണെന്നാണ് പറയപ്പെടുന്നത്.
അത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്യാൻസർ പോലും അവിടെ കൂടുതലില്ല. 14 തരം ക്യാൻസറാണ് ഞാനെടുത്ത് പരിശോധിച്ചത്. ഇതെല്ലാം എനിക്ക് ഡോക്ടർമാരുടെ സപ്പോർട്ടുണ്ട്, രഹസ്യമായിട്ട് അവരെല്ലാ സപ്പോർട്ടും തരുന്നുണ്ട്. അവർക്ക് പുറത്ത് വന്നിട്ട് പറയാൻ പേടിയാന്ന് മാത്രം, പല പല കാരണങ്ങൾ കൊണ്ട് പേടിയാണ്. അപ്പോൾ എനിക്കിത് പറയാൻ പേടിയില്ലാത്തത് കൊണ്ട് ഇത് പറയുന്നു. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. പിന്നെ സാധാരണ പ്രിവലൻസ്, അതായത് ഒരു സമയത്ത് നമ്മൾ ഈ 2016 നവംബറിൽ എത്ര പേർ ക്യാൻസർ രോഗികളുണ്ട്, അതാണ് അതിൻ്റെ പ്രിവലൻസ് എന്ന് പറയുന്നത്, പ്രാബല്യം. ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം 3 വർഷത്തിൻ്റെ പീരീഡിൽ എത്ര പേർ പുതിയതായി ക്യാൻസർ രോഗികളായി എന്ന് പരിശോധിക്കുന്നതാണ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസിഡൻസ് സാധാരണ എപ്പോഴും കുറവായിരിക്കും, പ്രിവലൻസ് കൂടുതലായിരിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നേരെ മറിച്ചാണ്. അതിൻ്റെ അർത്ഥം ഒരു ക്യാൻസർ രോഗം പോലും ഇവിടെ സ്വാഭാവികമായുള്ളതിൽ നിന്നും അധികമായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു ക്യാൻസർ പോലും ഇവിടെ അധികമായിട്ടില്ല. ഇനി നമ്മൾ ഇതിൻ്റെ എപ്പി സെൻറ്റർ എവിടെയാണ്? എൻമകജെ പഞ്ചായത്ത് അല്ലേ? എൻമകജെ പഞ്ചായത്ത് മാത്രമായിട്ട് എടുത്തു. 26,427 പേരാണ് അവിടെ ആകെപ്പാടുള്ളത്. അതിൽ ഈ രോഗികൾ എത്രമാത്രം ഉണ്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ മാനസിക വെല്ലുവിളിയും സെറിബ്രൽ പാൽസിയും അപസ്മാരവും ജന്മനാലുള്ള ഹൈഡ്രോസഫാലസും ഹൈപ്പോതൈറോയിഡിസവും ഇതൊന്നും തന്നെ അവിടെ കൂടുതലില്ല എന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു അസുഖം പോലും ഈ എൻമകജെ പഞ്ചായത്തിൽ പോലും കൂടുതലില്ല. സ്വാഭാവികമായിട്ട് ഏത് പഞ്ചായത്തിലും, തിരുവനന്തപുരത്തോ കോഴിക്കോട് എവിടെ നോക്കിക്കഴിഞ്ഞാലും ഉള്ള ഒരു ഫ്രീക്വൻസി മാത്രമേ അവിടെയും കാണാനുള്ളൂ. ഇനി കാസർഗോഡ്, കൊല്ലം, പാലക്കാട് ഈ 3 സ്ഥലങ്ങളിൽ നടക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ് നാഷണൽ പ്രോഗ്രാം ഫോർ ദ റിഹാബിലിറ്റേഷൻ ഓഫ് ദ ഡിസേബിൾഡ്. വികലാംഗത്വമുള്ള അല്ലെങ്കിൽ ഭിന്നശേഷിയുള്ള ആൾക്കാരുടെ പുനരധിവാസത്തിനായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇത് വീടാന്തരം സർവേ എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. പാരാമെഡിക്കൽ സ്റ്റാഫും അവരുടെ സഹായത്തോടു കൂടിയാണ് ഈ സർവേ ചെയ്യുന്നത്. എത്ര ശതമാനം ഭിന്നശേഷി ഉണ്ട് എന്ന് പരിശോധിച്ചിട്ട് അവർക്ക് വേണ്ടി റിഹാബിലിറ്റേഷന് വേണ്ടിയിട്ടുള്ളതാണ് വീടാന്തരം സർവേ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡാറ്റ മുഴുവൻ ഇൻ്റർനെറ്റിൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അത് മുഴുവൻ രാത്രി ഡൗൺലോഡ് ചെയ്ത് എക്സൽ വർക്ക്ഷീറ്റ് ഇട്ട് അനലൈസ് ചെയ്ത് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് നോക്കിയിട്ടുള്ളതാണ് ഈ പട്ടിക. ഇത് നോക്കിക്കഴിഞ്ഞാൽ കേൾവിക്കുറവ്, സംസാര വൈകല്യം, വിവിധങ്ങളായിട്ടുള്ള വൈകല്യങ്ങൾ, കാഴ്ച പ്രശ്നങ്ങൾ, മാനസിക വെല്ലുവിളികൾ, ചലന വൈകല്യങ്ങൾ, കുഷ്ഠരോഗം, മാനസിക രോഗങ്ങൾ, സെറിബ്രൽ പാൽസി, മറ്റു രോഗങ്ങൾ, 12 തരം വൈകല്യങ്ങൾ. ഇതൊന്നുപോലും ഈ തളിച്ചതും തളിക്കാത്തതുമായിട്ട് വ്യത്യാസമില്ല, സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് വ്യത്യാസമില്ല എന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. കാരണം സ്റ്റാറ്റിസ്റ്റിക്കൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം, പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് തമ്മിൽ വ്യത്യാസമില്ല. അപ്പോൾ തളിച്ച ഭാഗങ്ങളും തളിക്കാത്ത ഭാഗങ്ങളും തമ്മിലുള്ള താരതമ്യമാണ് ഞങ്ങളിവിടെ നടത്തിയത്. അപ്പോൾ അതിലൊന്നുപോലും വ്യത്യാസമില്ല, എല്ലാം ഒരുപോലെയാണ്. എല്ലാ നാട്ടിലും രോഗങ്ങളുണ്ട്, അതിനൊരു ശരാശരിയുണ്ട്. ആ ശരാശരിക്ക് തുല്യമായിട്ടോ അതിൽ താഴോ മാത്രമേ ഇവിടെയും ഈ രോഗങ്ങൾ കാണാനുള്ളൂ. ഇനി ഞങ്ങൾ പരിശോധിച്ചത്, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനും ഡോക്ടർ പ്രതാപനുമാണ് ഉദ്ദേശിക്കുന്നത്. 2001 സെൻസസ് ഡാറ്റ. 2001 സെൻസസ് ഡാറ്റ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് എല്ലാ ജില്ലകളിലും പുരുഷൻ്റെയും സ്ത്രീയുടെയും അതിൻ്റെ ശരാശരിയും കാണാനുണ്ട്. പലപ്പോഴും ഈ ഇടുക്കിയിലും കൊല്ലത്തും ഒക്കെയാണ് വൈകല്യങ്ങൾ കൂടുതലായിട്ട് കാണുന്നത്. അത് തന്നെ, പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് വ്യത്യാസമില്ല, ന്യൂമറിക്കലായിട്ടുള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇത് നോക്കിക്കഴിഞ്ഞാലും ഒരു സൂക്കേടും കാസർഗോഡ് അധികമായിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അത് കഴിഞ്ഞ് 2011 സെൻസസ്. 2011 സെൻസസ് നിങ്ങൾ നോക്കിക്കോളൂ. മൂവ്മെൻറ്റ് ഡിസബിലിറ്റി ആലപ്പുഴ 0.64%, കാസർഗോഡ് 0.49 ഉള്ളൂ. മെൻ്റൽ റിട്ടാർഡേഷൻ കാസർഗോഡ് 0.19 ഉള്ളൂ. അവിടെയൊക്കെ ബാക്കിയുള്ള ദിക്കിൽ കൂടുതലുണ്ട്. മെൻ്റൽ ഇൽനെസ് 0.15 ഉള്ളൂ. കോട്ടയം, തിരുവനന്തപുരത്തൊക്കെ കൂടുതലാണ്. എനി അതർ ഡിസബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ കാസർഗോഡ് 0.32 ഉള്ളൂ. പത്തനംതിട്ട, ആലപ്പുഴയൊക്കെ അതിനേക്കാളും കൂടുതലാണ്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാലും ഒരു അസുഖം പോലും ഇവിടെ കൂടുതലാണ് സെൻസസിലെടുത്തിട്ടുള്ള. കാരണം സെൻസസിന് നിങ്ങളൊക്കെ പോയിട്ടുള്ള ആൾക്കാരുണ്ടാവും, അവർക്ക് പരിശീലനം കൊടുത്തിട്ട്, ഡോക്ടർമാർ പരിശീലനം കൊടുത്ത് ഏതൊക്കെ തരത്തിലുള്ളതാണ് വൈകല്യങ്ങളെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് വീടാന്തരം സർവേ നടത്തി പഠിക്കുന്നത്. അത് പ്രകാരമാണ് ഡിസ്ട്രിക്റ്റ് ആവറേജസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് പ്രകാരവും ഒരസുഖവും കൂടുതലായിട്ട് കാണാം. ഇനി വേറൊരു പരിശോധന ഞങ്ങൾ നടത്തിയത്, എല്ലാ പഞ്ചായത്തിലേക്കും RTI ആപ്ലിക്കേഷൻ കൊടുത്തു. അങ്ങനെ ഭിന്നശേഷിയുള്ള ആൾക്കാർ വാങ്ങിക്കുന്ന പെൻഷൻ അതിൻ്റെ കംപ്ലീറ്റ് കണക്ക് തരാൻ വേണ്ടി പറഞ്ഞു. ആ കണക്കുകൾ മുഴുവൻ എടുത്തിട്ട് ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് ഇട്ട് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ബെള്ളൂർ
വെള്ളൂർ സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. അത് തളിച്ച പഞ്ചായത്താണ്, സ്റ്റാറൊക്കെ തളിച്ച പഞ്ചായത്താണ്. അവിടെ ആണ് ഏറ്റവും കൂടുതൽ. പക്ഷെ തൊട്ട് താഴെയുള്ള ഒരു 3 പഞ്ചായത്ത്, ഈസ്റ്റ് എളേരി, കാറെടുക്ക, ബേഡെടുക്ക, മീഞ്ച, ഇതൊന്നും തളിക്കാത്ത പഞ്ചായത്താണ്. അതാണ് പിന്നീട് വരുന്നത്. അപ്പോൾ അതിലും തളിച്ചതും തളിക്കാത്തതുമായിട്ട് യാതൊരു പാറ്റേണും ലഭ്യമല്ല. എന്ന് പറഞ്ഞാൽ വളരെ റാൻഡമായിട്ടാണ് ഈ വികലാംഗ പെൻഷൻ്റെ ഡാറ്റയും കാണുന്നത്. കാരണം ഇപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പഞ്ചായത്തുകളിൽ ഏകദേശം ഈ ഭിന്നശേഷിയുള്ള ആൾക്കാരുടെ സെൻസസ് ഏകദേശം 100% തന്നെ എടുത്തു കഴിഞ്ഞു. അത് പ്രകാരം പെൻഷൻ കൊടുക്കുന്നുമുണ്ട്. 100% വികലാംഗ പെൻഷൻ ആയി എന്ന് പറഞ്ഞിട്ട് പല പഞ്ചായത്തുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ പേപ്പർ കട്ടിങ്സ് എൻ്റെ കയ്യിലുണ്ട്. അത് പ്രകാരം ഏകദേശം 100%-ത്തിലുള്ള ഡാറ്റയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇനി 2015 സെൻസസ് ഡാറ്റയാണ്. സെൻസസ് ഡാറ്റ പറഞ്ഞാൽ ഡിസബിലിറ്റി സെൻസസ്, ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് സംസ്ഥാന ഗവൺമെൻറ് നടത്തിയ ഒരു സെൻസസ് ആണ്. അതിൻ്റെ ഇൻ്റർനെറ്റിൽ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ ഡാറ്റ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പരിശോധിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഡാറ്റയാണ്. 22 തരം അംഗവൈകല്യങ്ങളാണ് ഇവിടെ പരിശോധിച്ചിട്ടുള്ളത്. 22 തരം മാനസിക ശാരീരികമായിട്ടുള്ള വൈകല്യങ്ങൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്ട്രിക്റ്റ് ആവറേജ് ആണ്. ഡിസ്ട്രിക്റ്റ് ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ കാസർഗോഡ് 263, വയനാട് 275, ബാക്കിയൊക്കെ ഏകദേശം അതിൻ്റെ അടുത്തൊക്കെ വരുന്നതാണ്. സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവ തമ്മിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. ന്യൂമറിക്കലായിട്ടുള്ള ചെറിയ ചെറിയ ഏറ്റക്കുറച്ചുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും സ്രോതസ്സുകൾ വഴിയുള്ള സെക്കൻഡറി ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് പ്രൈമറി ഉണ്ട്. ക്യാമ്പിൻ്റെ ഡാറ്റ പ്രൈമറി ഡാറ്റയാണ്, ബാക്കിയുള്ളതെല്ലാം സെക്കൻഡറി ഡാറ്റയാണ്. ഈ ഡാറ്റകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡാറ്റ പോലും കാസർഗോഡ് ജില്ലയിൽ ഈ രോഗങ്ങൾ അധികമാണെന്ന് കാണിക്കുന്നില്ല. എല്ലാം ബാക്കിയുള്ള ഏത് നാട്ടിലുള്ളത് മാതിരി മാത്രമേ കാസർഗോഡ് ഉള്ളൂ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പറയുന്നത് ശരിയാണോ? ഈ കാസർഗോഡ് എൻഡോസൾഫാൻ തളിച്ചതിനെ കൊണ്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നത് മാധ്യമങ്ങളും ബാക്കിയുള്ള പരിസ്ഥിതി പ്രവർത്തകരും ആക്ടിവിസ്റ്റുകളൊക്കെ പറയുന്നതിൽ എവിടെയാണ് സത്യം? ഒരു സത്യവുമില്ല. ഒരു സത്യം ഇതിൽ കാണാനില്ല എന്നുള്ളതാണ്. അപ്പോൾ ഉള്ള ആൾക്കാരെ വെച്ചിട്ട് വീണ്ടും വീണ്ടും പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുക എന്നല്ലാതെ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് അനലൈസ് ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ ഒരു ശതമാനക്കണക്കെങ്കിലും കൂടുതൽ കാണിച്ചുകൊണ്ടുള്ള ഒരു രേഖയും മുമ്പേ വെക്കാനില്ല. ആൾക്കാരുടെ മുമ്പേ, പബ്ലിക്കിൻ്റെ മുമ്പാകെ വെക്കാനില്ല എന്നുള്ളതാണ് പരമാർത്ഥം. ഇനി നമ്മൾ വേറൊന്ന് നോക്കേണ്ടത്, ശരി, കാസർഗോഡ് എൻഡോസൾഫാൻ തളിച്ച സ്ഥലങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഈ തളിക്കാത്ത വേറെ എവിടെയെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ? അതും കൂടെ പരിശോധിക്കേണ്ടതല്ലേ? അങ്ങനെയാണെങ്കിൽ മറ്റു കാരണങ്ങളും ആവാലോ, ഉണ്ടെങ്കിൽ തന്നെ. ഇല്ല നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷെ മാധ്യമങ്ങൾ എന്താണ് പറയുന്നത്? മറ്റു സ്ഥലങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് മാധ്യമങ്ങൾ തന്നെ പറയുന്നുണ്ട്. ഇതൊന്നും തളിക്കാത്ത സ്ഥലങ്ങളിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ നോക്കാം. ഇത് അമരമ്പലം 2005 കേരള കൗമുദിയാണ്. അമരമ്പലം, മലപ്പുറം അമരമ്പലത്ത് ഒരു ഗ്രാമം മുഴുവൻ ഉത്കണ്ഠയിൽ മാനസിക വൈകല്യമുള്ള കുട്ടികളുടെ എണ്ണം പെരുകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസാണ്. എന്നിട്ട് ഞാൻ ഇവിടുത്തെ ഡോക്ടറെ വിളിച്ചു. ഞാൻ നമ്പർ തേടി വിളിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിൻ്റെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ വൈറ്റമിൻ ടാബ്ലറ്റ്സ് കൊടുക്കാനുള്ള ഏർപ്പാടുകളാക്കിയിട്ടുണ്ട് എന്ന് മാത്രമാണ് ഡോക്ടർ പറഞ്ഞത്. എൻ്റെ പരിശോധനയൊന്നും ആരും നടത്തുന്നില്ല. പത്രത്തിൽ വാർത്തകൾ വരുന്നു. ചെമ്പിലോട്, കണ്ണൂർ ജില്ലയിൽ, ഇവിടെ ഒരു തളിയും നടത്തിയിട്ടില്ല. അപ്പോൾ ഇവിടെയും ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലാണെന്നാണ് വാർത്ത. ജനിതക വൈകല്യം വന്ന 88 കുട്ടികൾ എന്നാണ് കാണുന്നത്. മൊഗ്രാൽ പുത്തൂർ CPCRI, സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു കടലോര ഗ്രാമമാണ് മൊഗ്രാൽ പുത്തൂർ. ഈ മൊഗ്രാൽ പുത്തൂറിലും ഭയങ്കരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞിട്ട് കുറേ ദിവസം ലോക്കൽ പേജിൽ ഇത് തന്നെയായിരുന്നു വാർത്ത. നമ്മളെ ബഹുമാനപ്പെട്ട MP പറയുന്നത് എന്താണ്? എൻഡോസൾഫാൻ മേഖലയേക്കാൾ ഗുരുതരം എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു കാരണവും കാണിക്കാനില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഫ്രീക്വൻസിയിൽ വരുന്നത് മാത്രമേ ഇതൊക്കെ ഉണ്ടാവുള്ളൂ, കൂടുതലായിട്ടൊന്നും ഉണ്ടാവില്ല. കാരണം കൂടുതലാണ് എന്ന് പറയണമെങ്കിൽ ജനസംഖ്യ എടുക്കണം, ജനസംഖ്യനെ കൊണ്ട് ഹരിക്കണം, എന്നിട്ട് സമാനമായിട്ട് കേരള ശരാശരിയോ ദേശീയ ശരാശരിയോ വെച്ച് താരതമ്യപ്പെടുത്തണം, എന്നിട്ട് വേണം കൂടുതലാണെന്ന് പറയാൻ. അങ്ങനെ അല്ലാണ്ട് ഒരു വെറുതെ അങ്ങ് കൂടുതലാണ് കുറവാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ ഒരു കണക്ക് വേണം. അങ്ങനെ ഒരു കണക്കുമില്ലാതെയാണ് ഈ വാർത്തകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയിലെ വടുതലയിൽ മറ്റൊരു എന്മകജയായി കോടംതുരുത്ത് ഗ്രാമം എന്ന് പറഞ്ഞിട്ട് അടുത്തു വന്ന വാർത്തയാണ്. അപ്പോൾ ഇത് മാധ്യമത്തിൽ 2016 നവംബർ 7 വന്ന വാർത്തയാണ്. ഇവിടെ ഭയങ്കര കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഒന്നും തളിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പല ദിക്കിലും കൂടുതലുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ചെറിയ അവിടെ ലോക്കലായിട്ടുണ്ടോ എന്നുള്ളത് വേണമെങ്കിൽ പരിശോധിക്കേണ്ടതാണ്. ഇനി കാസർഗോഡ് എന്താണ് നടക്കുന്നത് അതും കൂടെ നമ്മൾ അറിയണമല്ലോ. കാസർഗോഡ് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? പേഷ്യൻസ് ഇൻസിസ്റ്റ് ഡോക്ടേഴ്സ് ടു എൻറോൾ ദം ഇൻ എൻഡോസൾഫാൻ വിക്ടിംസ് ലിസ്റ്റ്. എല്ലാവർക്കും ലിസ്റ്റിനകത്ത് കയറണം.
അതാണ് എല്ലാവരുടെയും ആവശ്യം. കാരണം ആദ്യകാലത്ത് ഗുളികകളായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്ന് അസുഖം ഉണ്ടെന്ന് പറഞ്ഞാൽ ഗുളിക ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പോൾ ആർക്കും പോകണ്ട, അപ്പോൾ ആർക്കും ഒരു അസിസ്റ്റൻസും വേണ്ട, ഒന്നും വേണ്ട. അത് കഴിഞ്ഞ് പൈസയായിട്ട് മാറി. 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം പൈസ കൊടുക്കാൻ തുടങ്ങി. അപ്പോഴാണ് എല്ലാവർക്കും ലിസ്റ്റിനകത്ത് കയറണം. ഞാനൊരു കാര്യം പ്രത്യേകം പറയാം, അവിടെയുള്ള ഈ മാനസിക ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആൾക്കാരോട് പൂർണ്ണമായിട്ടും ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് ഞാനിത് മുഴുവൻ പറയുന്നത്. പക്ഷേ അവിടെ കാസർഗോഡ് മാത്രമല്ല, ഈ കേരളത്തിൽ മുഴുവനുള്ള ആൾക്കാർക്കും അതേപോലെ തന്നെ അസിസ്റ്റൻസ്, സഹായം എല്ലാം കിട്ടണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ഇത് കൂടുതലാണ് എന്ന് പറഞ്ഞ് ഒരു രാഷ്ട്രത്തെ അല്ലെങ്കിൽ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനെ മുഴുവൻ മുൾമുനയിൽ നിർത്തി പേടിപ്പിക്കുന്നത്, റാൻസം മണി വാങ്ങിക്കുന്ന മാതിരി വാങ്ങിക്കുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവരോട് ബഹുമാനത്തിനോ ഇതിനൊന്നും എനിക്ക് യാതൊരു കുറവുമില്ല. നിങ്ങൾ ഇത് നോക്കണം, ജേണൽ ഓഫ് കേരള ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ, KGMOൻ്റെ ജേണലാണ്. ജേണലിൽ വന്നിട്ടുള്ള ഒരു കാർട്ടൂണാണ്. എന്താ കാർട്ടൂൺ? ഡോക്ടർ ബേബി ബിന്ദു ബീഗം, കാസർഗോഡ് സ്പെഷ്യൽ എൻഡോസൾഫാൻ PHC. ആ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൻ്റെ പേര് തന്നെ എൻഡോസൾഫാൻ ഹെൽത്ത് സെൻ്റർ എന്നാണ്. ആ ആപ്ലിക്കേഷൻ കെട്ടുകെട്ടായിട്ട് കൂട്ടി വെച്ചിരിക്കുന്നു. അതിൻ്റെ പുറകിൽ ഡോക്ടറുടെ തല കാണാം, തല മാത്രമേ കാണാനുള്ളൂ. അപ്പോൾ പറയാ, 10 വർഷം മുമ്പ് കാലിലൊരു മുള്ളു തറച്ചതാ, ഡോക്ടർ ഈ അപേക്ഷ സ്വീകരിച്ചാൽ മതി, ലിസ്റ്റിൽ വരുന്ന കാര്യം നേതാവ് ഏറ്റിട്ടുണ്ട്. അതാണ് കാസർഗോഡ് നടക്കുന്നത്. കാരണം ഇതൊരു ഡെഡ്ലി മിക്സാണ്. വോട്ടും പൈസയും. ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് സർക്കാർ കൊടുക്കുന്നു, വോട്ട്. അപ്പോൾ അങ്ങനെ ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വോട്ട് എനിക്ക് കിട്ടുന്നു. ഇത് രണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ദൂഷിത വലയത്തിൽ നിന്ന് ആർക്കും പുറത്തു കിടക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അങ്ങനെയുള്ള ഒരു ഡെഡ്ലി മിക്സ് ആയിട്ടാണ് ഈ ഒരു ഇഷ്യൂ ഉള്ളത് എന്നുള്ളത് കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരാളും തന്നെ ഇതിനെതിരെ ശബ്ദിക്കാനോ സത്യം തുറന്നു പറയാനോ തയ്യാറാവില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. പക്ഷെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അരമന രഹസ്യം മങ്ങാടിയിൽ പരസ്യം എന്ന് പറഞ്ഞാൽ അവരെല്ലാവർക്കും അറിയാം. ഇതിനിടെ ഞാൻ ബെള്ളൂർ എന്ന് പറയുന്ന ഒരു അഫക്റ്റഡ് പഞ്ചായത്തിൽ ഒരു ക്ലാസ് എടുക്കാൻ പോയി. ഞാൻ എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇതൊക്കെ തട്ടിപ്പാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ ചിരിക്കുന്നു. പഞ്ചായത്ത് മെമ്പർമാരെല്ലാവരും ഉണ്ട്, എല്ലാവരും ചിരിയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം ഇത് പൈസ മേടിക്കലാണ് പരിപാടി എന്നുള്ളത്. ഇത് കണ്ടില്ലേ, കമ്മിറ്റഡ് സൂയിസൈഡ് ഫോർ നോട്ട് ഫൈൻഡിങ് എ പ്ലേസ് ഇൻ ദ ലിസ്റ്റ് ഓഫ് വിക്ടിംസ്. ആ ലിസ്റ്റിൽ പെടാത്തത് കൊണ്ട് ഉടനെ ആത്മഹത്യ ചെയ്തു. എവരിബഡി വാണ്ട്സ് ടു ബി ഇൻ ദ ലിസ്റ്റ്. ഇത് എത്രയോ കിലോമീറ്റർ ദൂരെയുള്ളവർക്കും ലിസ്റ്റിൽ വരണം, അടുത്തുള്ള ആൾക്കാർക്ക് ലിസ്റ്റിൽ വരണം, ഇതിന് മുമ്പേ ജനിച്ചവർക്ക് ലിസ്റ്റിൽ വരണം. ഇതിന് മുമ്പേ തളി തുടങ്ങുന്നതിന് മുമ്പേ 81 മുമ്പേ ജനിച്ച ആൾക്കാർ എത്രയോ പേര് ലിസ്റ്റിലുണ്ട്. തളി 2000 നിർത്തി, അതിനുശേഷം ജനിച്ച എത്രയോ പേര് ലിസ്റ്റിലുണ്ട്. അങ്ങനെ യാതൊരുവിധ ക്രൈറ്റീരിയ മാനദണ്ഡങ്ങളും ഇല്ലാതെയാണ് ഇത് മുഴുവൻ ഇവിടെ നടക്കുന്നത്. പള്ളിക്കര പഞ്ചായത്തിനെ ഉൾപ്പെടുത്തണം, എൻഡോസൾഫാൻ പട്ടികയിലില്ല, തലചായ്ക്കാൻ ഇടമില്ലാതെ ബത്തിഷ. അപ്പോൾ ഇത് മീഡിയ ആക്ടിവിസ്റ്റാണ്. എല്ലാവരും ലിസ്റ്റിൽ ചേർക്കാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാവർക്കും ഇതിൽ ക്രെഡിറ്റ് വേണമല്ലോ. റിസർവേഷൻ ഫോർ ജോബ്സ്, എൻഡ്ലെസ് കംപ്ലയിൻസ്, തീരുന്നേയില്ല കംപ്ലയിൻറ്റ്. ഇപ്പം വീണ്ടും ക്യാമ്പ് നടത്തണം എന്നാണ് പറയുന്നത്. കാരണം കുറേ പേർ ലിസ്റ്റിൽ ഔട്ടായിട്ടുണ്ട്, ഇനിയും ക്യാമ്പുകൾ നടത്തണം എന്നാണ് ഈയിടെ നടത്തിയ ഒരു സമരത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് തളിച്ചതിനകത്ത് എത്രയോ ദൂരെയാണ്, അവരൊക്കെ ലിസ്റ്റിൽ പെടുത്തണം. കടൽത്തീര പഞ്ചായത്തിലുള്ള ആൾക്കാരെ വരെ പെടുത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, പട്ടികയിൽ നിന്ന് പുറത്താകുമോ എന്ന് ഇരകൾക്ക് ആശങ്കയാണ്. മെഡിക്കൽ ക്യാമ്പ്സ് വീണ്ടും വരാൻ വേണ്ടിയിട്ട് പ്രഷറുണ്ട്. മൊറട്ടോറിയം ഫോർ ലോൺസ്, നെവർ എൻഡിങ് സ്ട്രൈക്സ് ഫോർ ബാർഗെയിനിങ്. 1000 മരിച്ചിട്ടും സൾഫാൻ ഇരകൾക്കു നേരെ കണ്ണു തുറക്കുന്നില്ല എന്നാണ് പറയുന്നത്. 1000 ആൾക്കാർ മരിച്ചു എന്നാണ് പറയുന്നത്. നെവർ എൻഡിങ് മെഡിക്കൽ ക്യാമ്പ്സ്. സ്പ്രേ വാസ് സ്റ്റോപ്ഡ് ഇൻ 2000 ബട്ട് ഫോൾ ഔട്ട് കണ്ടിന്യൂ ഫോർ എവർ. ഒരു ക്രൈറ്റീരിയ ഇല്ലാതെയാണ് ഇത് മുഴുവൻ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് നമ്മുടെ തണുപ്പ് കാലം വരുമ്പോൾ കാലിൻ്റെ മടമ്പ് ഭാഗം വിണ്ട് കീറിപ്പോവല്ലോ തണുപ്പിന്. അങ്ങനെ വിണ്ട് കീറിയ ഒരു കുട്ടി ഒരു ക്യാമ്പിൽ ഡോക്ടറെ കാണാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞിട്ട് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിക്ക് മണി ഓർഡർ വന്നു. 9000 രൂപ മണി ഓർഡർ, 3 മാസത്തെ അസിസ്റ്റൻസ് 9000. ആ കുട്ടി പേടിച്ചു പോയി. എന്നിട്ട് അവർ വീട്ടിൽ പോയി പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് പറഞ്ഞു, ഈ പൈസ ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തു. അത് പത്രത്തിൽ വാർത്തയായിട്ട് വന്നു. അപ്പോൾ അങ്ങനെ എന്താ പറയുക, തലയിൽ കറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഡൈ തേച്ചു. എന്നിട്ട് റിയാക്ഷൻ വന്നു, നേരെ ക്യാമ്പിൽ പോയി ലിസ്റ്റിൽ വന്നു. ആ അപകടങ്ങൾ പറ്റിയത്, ഗൾഫിൽ അപകടങ്ങൾ പറ്റിയത്, തെങ്ങിൽ നിന്ന് വീണിട്ട് അപകടങ്ങൾ പറ്റിയത്, അങ്ങനെയുള്ള എത്രയോ കേസുകൾ മുഴുവൻ ഡോക്ടർമാർ ദീന ദയാലുക്കളായതുകൊണ്ട് എല്ലാവരും ലിസ്റ്റിൽ പെടുത്തി എല്ലാവർക്കും പൈസ കൊടുക്കുന്നു. ഇപ്പം 5500 പേരാണ്
ലിസ്റ്റിലുള്ളത്. 5500 പേര്, എല്ലാം കൂടെ 150 കോടി രൂപയാണ് ഇതുവരെ കൊടുത്തിരിക്കുന്നത്. പല കാര്യങ്ങളായിട്ട്, പല ഘടകങ്ങളായിട്ട് 150 കോടി രൂപയാണ് ഇതുവരെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ എക്സ്ചക്കർ എന്നുള്ള 150 കോടി രൂപയാണ്. അതുകൂടാതെയോ 734 പേര് മരിച്ചതായിട്ടാണ് കണക്ക്. ഒന്നാ പിന്നെ ഒരാളുടെ പോലും ഒരു പോസ്റ്റ്മോർട്ടം പരിശോധന വേണ്ടേ? ഒരു ബ്ലഡിലെ ഒരു റെസിഡ്യൂ പരിശോധിക്കണ്ടേ എൻഡോസൾഫാൻ കൊണ്ടാണെങ്കിൽ? അങ്ങനത്തെ യാതൊരു പരിശോധനയും ഇല്ലാതെ 734 അവരുടെ ലീഗൽ ഹയേഴ്സിന് 734 ലക്ഷം രൂപ ഇതുവരെ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ പൈസ, കാരണം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനമാണല്ലോ PCK, പ്ലാന്റേഷൻ കോർപ്പറേഷൻ. അപ്പോൾ PCK ആണ് കുറ്റം മുഴുവൻ ചെയ്തത്. അപ്പോൾ സർക്കാർ എന്ന് പറയുന്നത് ഒരു കുറ്റക്കാരനാണ്. അപ്പോൾ സർക്കാർ വിനീത വിധേയനായിട്ടുള്ള സർക്കാർ അങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ്. ആ രീതിയിലാണ് റാൻസം മണി ചോദിക്കുന്നത്. ഇനി ഇതിൻ്റെ കാസർഗോഡ് എന്നുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് കൂടുതൽ പറയാൻ പറ്റും. ഇതിൻ്റെ സാമൂഹികമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. മാരേജ് അലയൻസ് വരുന്നില്ല, ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും. അവിടെ പെരിയ എന്നുള്ള ഒരു കഥ പറഞ്ഞത്, പിന്നെ അവിടെ ഒരു കല്യാണത്തിന് പോയപ്പോൾ ബാംഗ്ലൂരിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അവിടുത്തെ ഒരു പെൺകുട്ടീനെ കണ്ട് ഇഷ്ടപ്പെട്ടു. ആ കുട്ടീനെ മാത്രമേ വേണ്ടൂ. അപ്പോൾ സുഹൃത്തുക്കൾ പറഞ്ഞു, എടാ അത് എൻഡോസൾഫാൻ ഏരിയയാണ്, നീ വെറുതെ പോയിട്ട് തലവെക്കണ്ട, നിങ്ങൾ പ്രസവിക്കുന്ന കുട്ടിക്ക് കയ്യും കാലും ഉണ്ടാവില്ല, ഉറപ്പല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ പയ്യനാണെങ്കിൽ അവളെ മാത്രമേ വേണ്ടൂ. അപ്പോൾ പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു കോംപ്രമൈസ് ഫോർമുല എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയുടെ ബ്ലഡിൽ എൻഡോസൾഫാൻ്റെ അവശിഷ്ടം പരിശോധിക്കും. എൻഡോസൾഫാൻ ഇല്ലെങ്കിൽ എനിക്ക് അവളെ മാത്രമേ വേണ്ടൂ. അപ്പോൾ പെൺകുട്ടിയോട് പറഞ്ഞപ്പോൾ, അവരെ വീട്ടുകാരോട് പറഞ്ഞപ്പോൾ ഒരു കാരണവശാലും സമ്മതിക്കില്ല. കാരണം പരിശോധിച്ച് എൻഡോസൾഫാൻ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിയുടെ കാര്യം പോക്കായല്ലേ. അപ്പോൾ ഒരു കാരണവശാലും ഇത് പരിശോധിക്കില്ല. കല്യാണ കാർഡ് അടിച്ചിട്ട് മുടങ്ങിപ്പോയ എത്രയോ കേസുകളുണ്ട്. ഇങ്ങനെ അതിഭീകരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ് കാസർഗോഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസീസ്, ഇത് പലതിലൊക്കെ വാർത്ത വന്ന, മംഗലാപുരത്ത് പോയിട്ട് ഗർഭാലസിപ്പിക്കുന്നു, പേടിയാണ്, കുട്ടിക്ക് വൈകല്യങ്ങൾ ഉണ്ടാകുമോ. എറ്റേണൽ ഫിയർ ഓഫ് ക്യാൻസർ, അവിടെ ഇവിടെ ചെറിയൊരു വേദന വന്നു കഴിഞ്ഞാൽ തന്നെ അത് ക്യാൻസർ ആണോ. പിന്നെ മണ്ണും വെള്ളവും കംപ്ലീറ്റ് പൊല്യൂട്ടഡ് ആണ്, മുഴുവൻ എൻഡോസൾഫാൻ നിറഞ്ഞിരിക്കുന്നു, ഒരു രക്ഷയും നമ്മൾക്കില്ല. ഇത് ഇവിടെ ജീവിക്കാൻ വിധിക്കപ്പെട്ടു പോയല്ലോ എന്നുള്ളതാണ് ആൾക്കാർ പേടി. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും വീടും പറമ്പും വിറ്റിട്ട് പോകാമെന്ന് വെച്ചാൽ തന്നെ രക്ഷയില്ല. കാരണം അത് നക്കാപ്പിച്ചൊക്കെ കൊടുത്താലും ആൾക്കാരത് വാങ്ങിക്കാനില്ല എന്നുള്ളതാണ് സ്ഥിതി. പിന്നെ കാസർഗോഡ് അടുത്ത കാലത്തായിട്ട് സ്വാഭാവിക മരണങ്ങളേ ഇല്ല. എന്ത് മരണം ഉണ്ടെങ്കിലും എൻഡോസൾഫാൻ മരണമാണ്, അതിന് 1 ലക്ഷം രൂപ പൈസയും കിട്ടും എന്നുള്ള നിലയിലേക്കാണ് ഈ കാര്യങ്ങളൊക്കെ വളർന്നു കഴിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ പോലുള്ള ഒരു സംസ്ഥാനത്തിന് വളരെ 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 നിർഭാഗ്യകരമാണ്. ഉണ്ടല്ലേ, നോ അലയൻസ് ഫ്രം എൻഡോസൾഫാൻ ഹിറ്റ് വില്ലേജ്. ഇനിയോ ഇതിൻ്റെയൊക്കെ പിറകിൽ ഇതിനെയൊക്കെ സാധൂകരിക്കുന്ന, ഇതിനെയൊക്കെ ന്യായീകരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും കൂടെ പരിശോധിക്കാം. എന്നിട്ട് നമുക്ക് നിർത്താം. ഇവിടെ റിപ്പോർട്ട് ഓഫ് ദ ഹെൽത്ത് ഇഫക്ട്സ് ഓഫ് എൻഡോസൾഫാൻ ആൻഡ് പ്രോഗ്രസ് ഓഫ് റീഹാബിലിറ്റേഷൻ ആക്ടിവിറ്റീസ് ഇൻ കേരള എന്ന് പറഞ്ഞിട്ട് ആരോഗ്യ വകുപ്പിൻ്റെ എൻഡോസൾഫാൻ സെല്ല് തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടും കൂടെ നിങ്ങളൊന്ന് നോക്കണം. അതായത് ന്യൂറോ ബിഹേവിയറൽ ഡിസോർഡേഴ്സ്, ഈ ക്യാമ്പ് നടത്തിയിട്ടുള്ള ആൾക്കാരുടെ ക്രോഡീകരിച്ച ലിസ്റ്റാണ് ഈ കാണുന്നത്. ന്യൂറോ ബിഹേവിയറൽ ഡിസോർഡേഴ്സ് ഉണ്ട്, എൻഡോക്രൈൻ ഡിസ്റപ്ഷൻ ഉണ്ട്, മൾട്ടി കോൺജനിറ്റൽ ഡിസോർഡേഴ്സ് ഉണ്ട്, അലർജിക് ഡിസീസസ്, ക്യാൻസേഴ്സ്. ഇതിനൊക്കെ എൻഡോസൾഫാൻ ജനറേറ്റഡ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതും കൂടെ നിങ്ങൾ കാണേണ്ടതുണ്ട്. നെർവസ് സിസ്റ്റം ഡിസോർഡേഴ്സ്, ഇത് NRHM ഡോക്ടറുടെ പവർ പോയിന്റ് പ്രസൻറ്റേഷനിൽ ഞാൻ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നെർവസ് സിസ്റ്റം ഡിസോർഡേഴ്സ് മുഴുവൻ എൻഡോസൾഫാൻ ഗണത്തിൽ പെടുത്താം. കാരണം അതിന് കണക്കായിട്ടുള്ള ലിറ്ററേച്ചർ അദ്ദേഹം സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഈ ലിറ്ററേച്ചറുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്തും എൻഡോസൾഫാൻ ഈ നെർവസ് ഡിസോർഡേഴ്സിൽ പെടുത്താം. പിന്നെയോ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് മുഴുവൻ ഡിസോർഡേഴ്സും എൻഡോസൾഫാൻ്റെ ലിസ്റ്റ് പെടുത്താം. കാരണം അതിന് കണക്കായിട്ടുള്ള റെഫറൻസസ് ഉണ്ടാക്കി വെച്ചു. പിന്നെ എൻഡോക്രൈൻ സിസ്റ്റം ഡിസ്റപ്ഷൻ, അതിന് കണക്കായിട്ടുള്ള റെഫറൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്, പബ്ലിഷ്ഡ് സ്റ്റഡീസ്. ജീനോടോക്സിറ്റി ആൻഡ് ടെറാറ്റോജനസിറ്റി, അതും അതിനുള്ള റെഫറൻസും ഉണ്ട്. അപ്പോൾ ഈ റെഫറൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആരും പേടിച്ചു പോകും. കാരണം ഇത് മുഴുവൻ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ആധികാരികമായിട്ടുള്ള സയൻറ്റിഫിക് സ്റ്റഡീസ് വെച്ചിട്ടാണ് പറയുന്നത്, വെറുതെ അല്ല പറയുന്നത്, ആധികാരികമായിട്ടുള്ള സയൻറ്റിഫിക് സ്റ്റഡീസാണ്. അത് വെച്ചിട്ട് മുഴുവൻ എൻഡോസൾഫാൻ കൊണ്ടാണ് എന്ന് സാധൂകരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇമ്മ്യൂൺ സിസ്റ്റം, അതർ സ്റ്റഡീസ്. ഇനി നമ്മൾ സാധാരണ ഒരു കാര്യം എങ്ങനെയാണ് പരിശോധിക്കേണ്ടത്? ഇപ്പോൾ ഈ എയർ പൊല്യൂഷൻ്റെ ഒരു കേസിലാണ് ഈ സ്ലൈഡിൽ പറയുന്നത്. അത് ഒരു എയർ പൊല്യൂട്ടൻ്റ് ക്യാൻസർ ഉണ്ടാക്കുന്നതാണോ എന്ന് നമ്മൾ നോക്കണമെങ്കിൽ ആനിമൽ സ്റ്റഡീസ്, തെളിവായിട്ടുള്ള ആനിമൽ സ്റ്റഡീസ് ഉണ്ടെങ്കിൽ ചെറിയൊരു തെളിവായി എന്നാണ് സൂചിയിൽ കാണിക്കുന്നത്. അതിൻ്റെ കൂടെ അല്ലെങ്കിൽ ആനിമൽ സ്റ്റഡീസ് ഇല്ല, ഹ്യൂമൻ സ്റ്റഡീസ് മാത്രമേ ഉള്ളൂ എങ്കിൽ തന്നെ സാമാന്യം നല്ല തെളിവായി.
ആനിമൽ സ്റ്റഡീസും ഹ്യൂമൻ സ്റ്റഡീസും രണ്ടും ഉണ്ടെങ്കിൽ വളരെ ഗംഭീരമായിട്ടുള്ള തെളിവായി പ്രൂവൺ ആയിട്ടുള്ള കാർസിനോജൻ ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ എന്താണ് നടന്നിരിക്കുന്നത്? ഈ റെഫറൻസസിനൊക്കെ റെഫ്യൂട്ട് ചെയ്തിട്ടുള്ളതാണിത്. നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഓരോ റെഫറൻസിന്, ഇത് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്, ഓരോ റെഫറൻസിനെ എതിർത്തുകൊണ്ട് അത് എന്താണ് പിന്നെ ആ റെഫറൻസിന് അത് അധികവും നടന്നിരിക്കുന്നത് എന്താണെന്നറിയോ? ടിഷ്യൂ കൾച്ചർ സ്റ്റഡീസാണ്. ആനിമൽ സെൽസ് പിന്നെ കൾച്ചർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ എൻഡോസൾഫാൻ പ്രയോഗിച്ചിട്ട് എന്താണ് ക്യാൻസർ ഉണ്ടാവും. അപ്പോൾ അത് ക്യാർസിനോജനിക്കായി. അതല്ലെങ്കിൽ ആനിമൽസിൽ, എലിയിലും ബാക്കിയുള്ളതിലൊക്കെ പല ഗ്രേഡിൽ വിഷം കൊടുത്തിട്ട് അത് ഇഞ്ചക്ഷൻ വെക്കലാവാം, അല്ലെങ്കിൽ നേരിട്ട് ഭക്ഷണത്തിൽ കൊടുക്കുന്നതാവാം. അങ്ങനെ കൊടുത്തിട്ട് പ്രത്യാഘാതങ്ങൾ നിരീക്ഷിക്കുന്ന പഠനങ്ങളാണ് വേറെ പലതും. അങ്ങനെയുള്ളതൊക്കെ കാരണം അതും ഈ വായുമാർഗേണ തളിച്ചതും തമ്മിൽ വലിയ വലിയ വ്യത്യാസങ്ങളുണ്ട്. അത് വായുമാർഗേണ തളിച്ചു കഴിഞ്ഞാൽ വളരെ നേരിയ അളവിൽ മാത്രമേ എൻഡോസൾഫാൻ എക്സ്പോസ്ഡ് ആവുന്നുള്ളൂ. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു രീതിയിലുള്ള പിന്നെ കണക്ഷൻ ഉള്ള ഒരു പഠനം പോലും ഇദ്ദേഹം വെച്ചിട്ടില്ല എന്നുള്ളതാണ്. ആ കോൺസെൻട്രേഷനിൽ എന്ത് സംഭവിക്കാം? കാസർഗോഡത്തെ പിന്നെ സാഹചര്യം എടുത്തു വെച്ചിട്ട് അതിന് കണക്കായിട്ടുള്ള റെഫറൻസ് അല്ലേ വെക്കേണ്ടത്? അങ്ങനെയുള്ളതേ അല്ല വെച്ചിരിക്കുന്നത്. ഓരോ പിന്നെ ന്യൂറോടോക്സിറ്റിയുടേതായാലും ജീനോടോക്സിറ്റിയുടേതായാലും ഒക്കെ ഞാനതിൽ റെഫ്യൂട്ട് ചെയ്തിട്ട് ആ റെഫറൻസിൻ്റെ നമ്പർ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. കാർസിനോജെനിസിറ്റി, റെഫ്യൂട്ടഡ് ഇമ്മ്യൂൺ സിസ്റ്റം. ഇനി ഇത് പറയണമെന്ന് എനിക്കറിയില്ല, എന്തായാലും ഞാൻ ഇത് പറയാം. കാരണം എൻഡോസൾഫാൻ പ്രശ്നം യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ളതാണ്. എങ്ങനെയൊക്കെ വളർന്ന് വികസിക്കാൻ ഞാൻ കാണുന്നത് ഇതിൽ വലിയ ഒരു ഡിസൈൻ ഉണ്ട്. അതെന്താണ്? അതൊരു വ്യാപാര യുദ്ധമാണ്. കാരണം എൻഡോസൾഫാൻ 56 പിന്നെ ഉണ്ടാക്കിയെടുത്തൊരു മോളിക്യൂളാണ്. അത് ബെയറിൻ്റെതായിരുന്നു. ബെയർ പിന്നെ ഇത് ഹെക്സ്റ്റിന് കൊടുത്തു. അങ്ങനെ 86 വരെ അന്നത്തെ പേറ്റന്റ് റെജീം, എക്സ്റ്റൻഡഡ് പേറ്റന്റ് റെജീം വെച്ച് 86 എൻഡോസൾഫാൻ സകലമാന പേറ്റന്റ് ലിസ്റ്റിൽ നിന്ന് ഔട്ടായി. ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. ഒരു പിന്നെ റോയൽറ്റിയും കൊടുക്കണ്ട, ലൈസൻസും വേണ്ട, ഒന്നും വേണ്ട, ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. അങ്ങനെ ഇന്ത്യയിൽ ഹിന്ദുസ്ഥാൻ ഇൻസെക്ടൈൽസ് ലിമിറ്റഡ് 5000 പിന്നെ ലിറ്ററും വേറെ കോറമാൻഡലും എക്സലും 2500 ലിറ്റർ വീതം, അങ്ങനെ ഇന്ത്യ 10,000-ഓളം ലിറ്ററാണ് ഒരു വർഷം ഉണ്ടാക്കിയിരുന്നത്. അത് എക്സ്പോർട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്തിട്ട് ഇന്ത്യ വൻ തോതിൽ പൈസ ഉണ്ടാക്കാൻ തുടങ്ങി. അത് യൂറോപ്യൻ യൂണിയന് സഹിച്ചില്ല. കാരണം അവർ പുതിയ മോളിക്യൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം എൻഡോസൾഫാൻ എന്നുള്ള മോളിക്യൂൾ അവർക്ക് പൈസ കൊണ്ടുവരുന്നില്ല. 3-4 രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കീടനാശിനിയാണ്, അവർ ഉപയോഗിക്കുന്നില്ല. കാരണം അത് പണ്ടേ അവിടെ ബാൻ ചെയ്തിട്ടുള്ളതാണ്. കാരണം തണുപ്പ് പ്രദേശങ്ങളിൽ എളുപ്പം വിഘടിക്കാത്ത ഒരു കീടനാശിനിയാണ് എൻഡോസൾഫാൻ. അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ വിൽക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ അവർക്ക് അതിൽ താല്പര്യമില്ല. അതേസമയം ഇന്ത്യ കാര്യമായിട്ട് 150 കോടി രൂപയാണ് വർഷാവർഷം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സാധനത്തിന് അങ്ങനെ ഉണ്ടാക്കാൻ വിടാൻ പാടില്ല. അവരുടെ പുതിയ പേറ്റന്റഡ്, എക്സ്റ്റൻഡഡ് പേറ്റന്റഡ് ആയിട്ടുള്ള പുതിയ മോളിക്യൂൾസ് അവർ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ അതിൽ ആയിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ എൻഡോസൾഫാൻ വളരെ വളരെ ചീപ്പാണ്, വില വളരെ കുറഞ്ഞതാണ്, നല്ല ഇഫക്റ്റുള്ള ഒരു കെമിക്കലും കൂടിയാണ്. ഒരു ഹെക്ടർ തളിക്കുവാൻ വേണ്ടിയിട്ട് ചെറിയ പൈസയെ എൻഡോസൾഫാന് വരുന്നുള്ളൂ. പുതിയ മോളിക്യൂൾസിനൊക്കെ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ആൾക്കാർ എൻഡോസൾഫാനെ മേടിക്കുള്ളൂ. ഇന്ത്യ, ചൈന, അർജന്റീന, ബ്രസീൽ മുതലായിട്ടുള്ള കാർഷിക രാജ്യങ്ങളൊക്കെ എൻഡോസൾഫാനെ മേടിക്കുള്ളൂ. അതിനെ ഔട്ടാക്കണമെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ കോൺസ്പിറസി നടന്നു. അതിൻ്റെ മുഴുവൻ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. POP ഡിസ്കഷനും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു ലഘുലേഖ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇൻ്റർനാഷണൽ ഡിസൈനും കൂടെ ഇതിൻ്റെ പിറകിലുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു, ഇതെല്ലാം കൂടെ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. കണ്ടില്ലേ, എൻഡോസൾഫാൻ ഇസ് എ വേൾഡ്സ് 3rd largest selling generic insecticide. ഇതെല്ലാം വിക്ടിംസിൻ്റെ, ഇതെല്ലാം കേരള ഗവൺമെൻറ്റിൻ്റെ ഇതിലുണ്ടാക്കിയ ഫോട്ടോ ആണ്. കണ്ടില്ലേ, യാതൊരുവിധ ഒരു ക്രോസ് സ്റ്റഡി പോലും നടത്താതെ ഇവരെയൊക്കെ വിക്ടിംസാക്കി മാറ്റുകയാണ്. ഇനി പിന്നെ ഇതിൻ്റെ അവിടെ കാസർഗോഡ് രോഗികളെ തിരഞ്ഞെടുത്തതിൻ്റെ ഒരു ക്രൈറ്റീരിയയാണ് ഞാൻ പറയുന്നത്. ആ ക്രൈറ്റീരിയ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്ററി ഓഫ് എക്സ്പോഷർ, അതിൽ ഒക്കുപേഷണൽ, നോൺ ഒക്കുപേഷണൽ, മദർ ടു ചൈൽഡ് ത്രൂ പ്ലാസൻ്റ് ആൻഡ് ബ്രസ്റ്റ് മിൽക്ക്, ഇതൊക്കെ എങ്ങനെ പരിശോധിച്ചു? യാതൊരു പരിശോധനയും നടന്നിട്ടില്ല. സ്കൂളുകളിലാണ് ക്യാമ്പ് ഉണ്ടായത്. ഓരോ സ്കൂളിലും 3000-4000 ആൾക്കാർ പുറത്ത് ക്യൂ നിൽക്കുമ്പോഴാണ് ക്യാമ്പിൽ ആൾക്കാർ ഒരു രോഗിയെ പരിശോധിക്കാൻ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കിട്ടും. ആ 3 മിനിറ്റിനുള്ളിൽ പിന്നെ കേസ് ഷീറ്റ് ഫില്ല് ചെയ്തിട്ട് അവിടെ ഒരു ചോദ്യമുണ്ട് ഡോക്ടറോട്. അതായത് നിങ്ങൾ ഈ രോഗി എൻഡോസൾഫാൻ പിന്നെ രോഗിയാണെന്ന്, അല്ലെങ്കിൽ എൻഡോസൾഫാൻ കൊണ്ടാണ് ഈ രോഗം വന്നതെന്ന് കരുതുന്നുണ്ടോ എന്നിട്ട് യെസ് ഓർ നോ. ടിക്കിട്ടാൽ എൻഡോസൾഫാൻ, ടിക്കറ്റില്ലെങ്കിൽ എൻഡോസൾഫാൻ അല്ല, അത്ര മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുണ്ട് ഒരു പരിശോധന. എന്നിട്ട് ഞാൻ RTI പ്രകാരം ചോദിച്ചു, വാട്ട് ക്ലിനിക്കൽ ഓർ ബയോകെമിക്കൽ എവിഡൻസസ് ഓർ ഡയഗ്നോസിസ് വെർ മെയ്ഡ് ടു മേക്ക് ഓർ ടു ക്ലാസിഫൈ എ പേഴ്സൺ ആസ് എൻഡോസൾഫാൻ വിക്ടിം എന്ന് ഞാൻ ചോദിച്ചു.
അതിനൊരു മറുപടിയുമില്ല. മര്യാദക്കുള്ള ഒരു മറുപടിയും ഈ ക്യാമ്പ് അറ്റൻഡ് ചെയ്ത ഡോക്ടർമാരെടുക്കുന്നില്ല. എൻ്റെ കയ്യിൽ കെട്ടുകണക്കിന് RTI രേഖകളുണ്ട്, അതിലൊന്നിൽ പോലും മര്യാദക്കുള്ള ഒരു ഉത്തരവില്ല. അങ്ങ് ആർബിട്രറി. കാരണം ഒരു രോഗി മുമ്പിലെത്തുമ്പം 1 മിനിറ്റേ നേരം കിട്ടുള്ളൂ, അപ്പോൾ ടിക്കറ്റ് കിട്ടും. പലപ്പോഴും എന്നോട് പരിചയമുള്ള ഡോക്ടർമാർ പറഞ്ഞത് അവർ ടിക്കറ്റ് ഇട്ടേ ഇല്ല, ആ കോള ഒഴിവാക്കി എന്നുള്ളതാണ്, പാപ്പഭാരേൽക്കാൻ വയ്യാത്തത് കൊണ്ട്. എന്നിട്ട് അവിടെ NRHMലുള്ള ചില ആൾക്കാരാണ്, ഞാൻ കൂടുതൽ പറഞ്ഞുകൂടാ, ആൾക്കാരാണ് ടിക്കറ്റ് എല്ലാവരും രോഗികളാക്കിയത് എന്നുള്ളതാണ് അവിടെ നടന്നിരിക്കുന്ന സംഗതി. അങ്ങനെയാണ് ഈ 5500 പേര് എൻഡോസൾഫാൻ ലിസ്റ്റിൽ വരുന്നത്. BP എൻഡോസൾഫാൻ ലിസ്റ്റിലാണ്. അങ്ങനെയുള്ള വളരെ വളരെ സാധാരണമായിട്ടുള്ള രോഗങ്ങളൊക്കെ, ബാക്കി ഏത് നാട്ടിലും കാണുന്ന രോഗങ്ങളൊക്കെ എൻഡോസൾഫാൻ രോഗങ്ങളാക്കിയിട്ടാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഒരു രത്നച്ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാസർഗോഡ് ഈ എൻഡോസൾഫാൻ തളിച്ച സ്ഥലങ്ങളിൽ ഒന്നും തന്നെ അധികമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങളില്ല. ബാക്കി ഏത് നാട്ടിലും കാണുന്ന തോതിൽ മാത്രമേ ഇവിടെയൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു പ്രൈമറി ഡാറ്റയും ബാക്കിയുള്ള 6 സെക്കൻഡറി സ്രോതസ് എന്നുള്ള ഡാറ്റയും കാണിക്കുന്നത്. ഒന്നുപോലും അധികമില്ല. പക്ഷേ ഇവിടെ കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാന ഗവൺമെൻറ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും പിന്നെ പൈസ കിട്ടണമെന്നും ബാക്കിയുള്ള നിരവധി ഇളവുകൾ കിട്ടണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും സമരത്തിന് പിന്നെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള ആൾക്കാർ. അതിൽ പല പല കഥകളുണ്ട്. കമ്മീഷനുകളൊക്കെ നടക്കുന്നുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. 3-1 കമ്മീഷൻ എന്നൊക്കെ പറയുന്നു, ശരിയാണോ എന്നറിയില്ല. ഏതായാലും അത്ര പിന്നെ ഉള്ള രീതിയിലേക്കാണ് ഈ എൻഡോസൾഫാൻ എന്നുള്ള ഒരു പ്രശ്നം പോയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കേരള ജനത എന്നുള്ള നിലക്ക് നമ്മൾ ഇത് മുഴുവൻ പരിശോധിക്കേണ്ടതാണ്. ഇതുമായിട്ട് ഈ ഒരു ലേഖനം ഇത് പിന്നെ ഞങ്ങൾ എഴുതിയിട്ട് കേരളത്തിലെ പല പല പത്രമാസികകൾക്ക് കൊടുത്തു, പത്രങ്ങൾക്കും മാസികകൾക്കൊക്കെ ആയിട്ട് കൊടുത്തു. ഒരാൾ പോലും അത് പബ്ലിഷ് ചെയ്യാൻ തയ്യാറായില്ല. അതിൻ്റെ അവസാനം യുക്തിയുഗം എന്നുള്ള ഒരു മാഗസിനിൽ, കേരള ഫ്രീ തിങ്കേഴ്സ് ഫോറത്തിൻ്റെ ഒരു മാഗസിനിൽ മാത്രമാണ് അത് പബ്ലിഷ് ചെയ്തത്. വേറെ എവിടെയും പബ്ലിഷ് ചെയ്തിട്ടില്ല. പക്ഷേ സയൻസിൽ ഞങ്ങൾക്ക് പിന്നെ കറണ്ട് സയൻസിൽ പേപ്പേഴ്സ് ഉണ്ട്. പക്ഷേ അല്ലാതെ സാധാരണ മലയാളം മാഗസിനുകളിൽ ഒന്നും തന്നെ ഇതാരും പബ്ലിഷ് ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളതാണ്. നമ്മൾ എന്ത് കൊടുത്തു കഴിഞ്ഞാലും, കാസർഗോഡത്തെ കാര്യം ചോദിക്കേ വേണ്ട, നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെടാം. നിങ്ങളൊരു ലേഖകനാണ്, നിങ്ങളെതിരായിട്ടുള്ളൊരു വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി വരെ നഷ്ടപ്പെട്ടു പോകുക എന്നുള്ളതാണ് കാസർഗോഡത്തെ സ്ഥിതി. അങ്ങനെയുള്ളൊരു മാധ്യമ തമസ്കരണം കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ള വസ്തുതയും കൂടെ പറയാതിരുന്നു കൂടാ. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇതിൽ പിന്നെ നിങ്ങൾക്കുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ ബാക്കിയുള്ള നിങ്ങളുടെ നിരീക്ഷണങ്ങൾ ഒക്കെ പറയാം.